എന്ത് വേറെ മനസ്സില്ല.
Good evening. Yes, sir. Good evening, ma'am. Good evening, ma'am. Good evening, Good ma'am. evening. Good evening, ma'am. Good evening. Good evening, ma'am. Ma'am, വന്നില്ലേന്ന് ചോദിച്ചേ. കേട്ടു. Good evening, ma'am. Good evening. Okay, we can start. Prayer ഒക്കെ കഴിഞ്ഞോ? ഇല്ല, ma'am. ഇല്ല. Why? Prayer. What happened? ഞാൻ 5 മിനിറ്റ് ലൈറ്റ് Ma'am, ആയല്ലേ ഇന്ന് വന്നത്. ഞാൻ പാടട്ടെ. Okay, please. Yes, please. Okay. ഒറ്റ മിനിറ്റ്, ma'am. കിളിയേ ദിക്റുപാടി കിളിയേ സുബഹിക്ക് മീനാരത്തിൽ വലം വെച്ച് പറക്കുന്ന ദിക്റുപാടി കിളിയേ നീലേ നീലാമേളപ്പിട്ടൊരാകാശത്തിനപ്പുറത്ത് സുവർഗത്തിന് അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ, അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ. അമ്പിയ മുർസലിങ്ങൾ താമസിക്കും കൊട്ടാരത്തിൽ, മുത്തുനബീന്റെ ഉമ്മത്തിമാർ ഉല്ലസിക്കും പൂന്തോട്ടത്തിൽ. ബാപ്പയെങ്ങാനിരിക്കുന്നുണ്ടോ ഈ കുഞ്ഞുമോളെ, ഉമ്മച്ചി അരികത്തുണ്ടോ, ഉമ്മച്ചി അരികത്തുണ്ടോ. കണ്ണൻ ചിരട്ടയിൽ ചോറ് വെച്ചു കളിക്കുമ്പം, കൂട്ടുകാരോടൊപ്പം കൂടി കണ്ണ് പൊത്തി കളിക്കുമ്പം ബാപ്പയതു കാണാറുണ്ടോ, മേലെ നിന്നെന്നുമ്മച്ചി ചിരിക്കാറുണ്ടോ, ഉമ്മച്ചി ചിരിക്കാറുണ്ടോ. സുവർഗത്തിൽ പോയതെന്നാണ് താത്ത പറഞ്ഞ്, ഓത്തുപള്ളി മൊല്ലാക്കയും അതു തന്നെ പറഞ്ഞ്. എവിടെയാണീ സുവർഗം പടച്ചോനെ, എനിക്കും നീ കാട്ടിത്താ സുവർഗം, എനിക്കും നീ കാട്ടിത്താ സുവർഗം. ഓക്കെ മാം, താങ്ക് യു. Very nice. ഇതൊരു മൂവിയിലെ പാട്ടാണ്. ഇത് അതൊന്നും അറിയില്ല. ഞാന് കുട്ടിക്ക് രാത്രി ഉറങ്ങാൻ വേണ്ടിട്ട് പാടി കൊടുക്കലുണ്ട്. അപ്പൊ ഞാൻ ഇതുവരെ പ്രയർ ചെല്ലിയിട്ട് പോലും ഇല്ല. അപ്പൊ പിന്നെ വെറുതെ ഒന്ന് പാടി നോക്കിയതാ. ഓക്കെ, മനസ്സിലായി. ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിത്തിങ്? മാം, ഓക്കെ, യെസ്. ഒരു നയൻ ഫ്രീ മെഡിസിനെ പറ്റിയിട്ടാണ് പറയണത്. ആ മെഡിസിൻ പറഞ്ഞിട്ട് പവർഫുൾ 9 ഫ്രീ മെഡിസിൻസ് ഡോണ്ട് കം ഇൻ ബോട്ടിൽസ്. ഫസ്റ്റ് വൺ സൺലൈറ്റ്, സെക്കൻഡ് വൺ മൂവ്മെന്റ് ഫോർ ബോഡി. സൺലൈറ്റ് ഫോർ നമുക്കറിയാമല്ലോ, സൺലൈറ്റ് വരുന്ന ഒരുപാട് മെഡിസിൻസ് നമുക്ക് കിട്ടും, ഒരുപാട് എനർജി, ഊർജം എല്ലാം കിട്ടും. മൂവ്മെന്റ്സ് ഫോർ ദ ബോഡി. നെക്സ്റ്റ് വന്നത് സ്ലീപ്പ് ഫോർ ദ മൈൻഡ്. പിന്നെ ലാഫർ ഫോർ ദി ഏക്ക്, നമുക്ക് വിഷമങ്ങളൊക്കെ വരുമ്പോഴും ഒക്കെ ലാഫർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മള്. പിന്നെ ടിയേഴ്സ് ഫോർ ഹീലിംഗ്, ഒരുപാട് വിഷമതകൾ വരുമ്പോൾ നമുക്ക് ഒന്ന് ഇത് ഹീൽ ചെയ്യാൻ, ഒന്ന് ചിലവർക്ക് കരഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടും. പിന്നെ ഹഗ്സ് ഫോർ ദ ഹാർട്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നേച്ചറിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേച്ചറിൻ ബെസ്റ്റ് മെഡിസിൻ ആണ്. അതുപോലെ തന്നെ നേച്ചർ ബെസ്റ്റ് ടീച്ചറും കൂടിയാണെന്നാ പറയുന്നത്. എവരി ലീഫ് ആൻഡ് ബ്രീസ് വിൽ ടീച്ച് എ ലെസൺ എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം അടുത്തത് കണക്ഷൻ വിത്ത് പീപ്പിൾ, കണക്ഷൻ വിത്ത് നേച്ചർ, കണക്ഷൻ വിത്ത് അവർ സെൽഫ് ഈസ് ഓൾസോ ദീസ് all are powerful medicine, don't come in bottles. Sign in by Daisy. ഓക്കെ, ഡേയ്സിന് അങ്ങനെ മാനം കാത്തു MT8 അല്ലേ? മാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ.
ഇപ്പോ പറയൂ. ഡേസിൻ പറഞ്ഞ ഹഗ്ഗിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് കുറെ ദിവസം ഭയങ്കര വിഷമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ യോലോ കോളേജിലാണ് ഇവിടെ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നത്. ഇന്ന് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര കരച്ചില് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് കണ്ണിക്കൂടെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ഇനി എന്റെ കുട്ടികളെ ആലോചിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ കുറെ പേര് എന്നെ ചേച്ചി ചേച്ചി അക്കാക്ക പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമായിരിക്കും. എന്റെ കണ്ണില് എനിക്ക് എപ്പോഴും ചിരിച്ച മുഖമായിരിക്കും. ഇന്ന് ഭയങ്കര വാട്ടം കണ്ടപ്പോ തന്നെ അവര് ഓടി വന്ന ഒരു കുട്ടി എനിക്ക് അങ്ങനെ ഇവിടെ വാന്ന് വിളിച്ച് എന്നെ ഹഗ് ചെയ്തു. ആ ഹഗ്ഗിന് വേണ്ടി എന്തോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടിയ പോലെ എനിക്കൊരു ഫീലായി. ഈ ഹഗ്ഗിന് വേണ്ടി ഞാൻ എത്ര ദിവസം ഞാൻ ഒരാളുടെ ഒരു ഹഗ്ഗ് നമുക്ക് കിട്ടില്ലേ പറഞ്ഞിട്ട് ഞാൻ കുറെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് ആ കുട്ടി അവളായിട്ട് വന്നിട്ട് എനിക്ക് ചേച്ചി ഇങ്ങോട്ട് വാ പറഞ്ഞിട്ട് എന്നെ ഫ്രണ്ട് എന്നാ വിളിക്കുക. സിസി പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഓടി വന്ന് ആ ഹഗ് തന്നപ്പോ എനിക്ക് എന്റെ ഉള്ളിലുള്ള എന്താ പറയാ ഒരു ഫീലിംഗ് മൊത്തം അങ്ങോട്ട് പോയ പോലെ എനിക്ക് തോന്നി. ഇപ്പൊ ഡേസിൻ പറഞ്ഞപ്പോ എനിക്കത് ജസ്റ്റ് ഒന്ന് ഓർമ്മ വന്നു ആ ഇൻസിഡന്റ്. അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? യെസ്. സെൽഫ് കൺസ്ട്രക്ഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നു ഏത് ദിവസം വേണമെങ്കിലും ക്ലാസ് വരാം. സെക്സ് സെൻസിറ്റീവ് പീരീഡ്സ്. യെസ്, റെഡി ആണോ? ആരായിരുന്നു ഫസ്റ്റ് വൺ പറഞ്ഞത്? ഓക്കെയാണ് മാം. ഓക്കെ. സോ പ്ലീസ് ലീഡ് ദ ക്ലാസ്. ഞാനായിരുന്നു മാം പീരീഡ് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പീരീഡ് ഓഫ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ. മാം അത് സെന്റൻസ് വഴി വായിക്കണ്ടല്ലോ, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇവരോട് ഷെയർ ചെയ്താൽ മതിയാവുമല്ലോ അല്ലേ? അങ്ങനെ വായിക്കാൻ നമുക്ക് ശരി സമയമില്ല, അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് അത് ഷെയർ ചെയ്താൽ മതി. യു ക്യാൻ റിലേറ്റ് വിത്ത് എനിത്തിങ്, എനി എക്സ്പീരിയൻസസ്. അപ്പൊ ബാക്കിയുള്ളവരും അവരുടെ കാര്യങ്ങളും ഷെയർ ചെയ്തോട്ടെ ആഫ്റ്റർ യു. ഓക്കെ മാം. ദ പീരീഡ് ഓഫ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ, അതായത് ഇപ്പോൾ ഒരു കുട്ടി, ആ കുട്ടി ജനിക്കുമ്പോൾ മുതൽ അവൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ചുറ്റുപാടും ഒബ്സർവ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. ബോധ മനസ്സോടെ അല്ലെങ്കിൽ പോലും പല കാര്യങ്ങളും അവൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചുറ്റുപാടുന്ന പല നിറങ്ങളെ ആയിരിക്കാം, അല്ലെങ്കിൽ ഓരോ ആകൃതികളെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി, ഏതെങ്കിലും ഒരു വ്യക്തി അവനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കാം. അത് കൂടുതലും അട്രാക്ഷനിലൂടെ കുഞ്ഞതിനെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾ അവരുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന ആളുകളോടായിരിക്കും കൂടുതൽ അടുപ്പം കാണിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, എൻ്റെ മോള്, ആൾക്ക് കറക്റ്റ് 1.5 വയസ്സ് പ്രായമാണുള്ളത്. അപ്പോൾ അവളുടെ കാര്യങ്ങൾ അവൾക്ക് എപ്പോഴും ഞാൻ ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ ഒരു പിടി കൂടുതൽ എപ്പോഴും എൻ്റെ അമ്മ ചെയ്തു കൊടുക്കുമ്പോഴായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്തോ ഒരു കൂടുതൽ അടുപ്പം അവൾ ചെയ്യേണ്ട രീതിയിൽ അമ്മ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം കൂടുതൽ അടുപ്പം അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മനസ്സിൽ അവരൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഇന്ന ആള് ഇന്ന രീതിയിൽ അത് അവർക്ക് ചെയ്തു കൊടുക്കുമെന്നുള്ളത്. ഇപ്പോൾ രാവിലെ ബ്രഷ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എന്നോട് ബ്രഷ് ചോദിക്കും, ഞാൻ ബ്രഷ് കൊടുക്കുമ്പോൾ അവള് ബ്രഷ് ചെയ്യുന്നത് ടൂത്ത് പേസ്റ്റ് ഒന്നും ഇല്ലാണ്ടാണ്, വെറുതെ ജസ്റ്റ് വായിൽ വെക്കുക, എല്ലാവരും ചെയ്യുന്നത് ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും അത് ഉപയോഗിക്കാനുള്ളതാണെന്ന് അവളത് മനസ്സിലാക്കുന്നു. എന്നോട് വന്ന് ചോദിക്കുന്നത് ഞങ്ങളുടെ ഒക്കെ ബ്രഷ് വെച്ചിരിക്കുന്ന ബോക്സിൽ വന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവളുടെ ബ്രഷ് അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവും അതെടുത്ത് കൊടുക്കാനുള്ളതാണെന്ന്. ഞാനത് എടുത്ത് കൊടുക്കും. തിരിച്ച് കളിയൊക്കെ കഴിഞ്ഞിട്ട് അത് അവിടെ എവിടെയെങ്കിലും ഇടത്തേ ഉള്ളൂ. ചില സമയങ്ങളിൽ കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ അത് കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കറക്റ്റായിട്ട് പിന്നീട് അവൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോക്സ് ചൂണ്ടിക്കാണിക്കത്തതേ ഉള്ളൂ. പിന്നീട് ആംഗ്യം കാണിക്കില്ല, ബോക്സ് ചൂണ്ടിക്കാണിക്കത്തതേ ഉള്ളൂ. അപ്പം എനിക്ക് മനസ്സിലാവും ബ്രഷ് എടുത്ത് കൊടുക്കാനാണ് എന്നുള്ളത്. അപ്പോൾ അത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് വലിയ ആളുകളൊക്കെ എന്ന് പറയുമ്പോൾ ചില സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് വെക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യമാണ്, വെക്കാൻ പഠിക്കുന്ന കൂട്ടത്തിലാണ്. ചില സാഹചര്യങ്ങൾ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഈ പ്രായത്തിൽ, അതായത് ഈ ഏകദേശം 1.5-2 വയസ്സുള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവരെ എത്ര വലിയ തിരക്കിൽ അവർ പണിപ്പെട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും
അവരെടുക്കുന്ന സാധനം തിരിച്ചത് എടുത്തെടുത്ത് എങ്ങനെയെങ്കിലും അത് അവർ എത്തിച്ച് വെച്ചതിന് ശേഷം അടുത്ത കാര്യത്തിലേക്ക് അവർ പോവുള്ളൂ. ഞാൻ എൻ്റെ മോളെ ഒബ്സർവ് ചെയ്തതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് മാം. അവള് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഈ ടോയ്സ് ഒക്കെ എന്ന് പറയുന്നത് ഞാൻ ഈ അധികം പ്ലാസ്റ്റിക്കിന്റെ അങ്ങനെ ഇങ്ങനെ ദേഹത്ത് കൊണ്ട് മുറിവ് പറ്റുന്നതോ അങ്ങനെയുള്ള ടോയ്സ് ഒന്നും വാങ്ങി കൊടുത്തിട്ടില്ല. അത്യാവശ്യം ക്ലോത്ത് തുണിയുടെയും കോട്ടന്റെയും അങ്ങനെ സ്റ്റഫ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോയ്സ് ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ആ ടോയ്സ് ഒക്കെ എവിടെയെങ്കിലും വെച്ചിട്ടുള്ളതായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവൾ അത് അവിടെ നിന്ന് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ടോയ് എടുക്കുന്നത് ഈ എടുത്തു വെച്ചിരിക്കുന്ന ടോയ് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മാത്രമേ എടുക്കൂ. അത് ഇരുന്നത് പോലെ ആക്കി വെക്കാൻ നോക്കും. അപ്പൊ അതെനിക്ക് അവളുടെ ആ ഒരു ഓർഡറാണ് അവളെ കാണിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കഥയുണ്ട്. ആ കഥയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളത് ഇത്രയാണ്. ഒരമ്മയും കുഞ്ഞും കൂടെ അവരിങ്ങനെ സവാരി പോവുകയാണ്. അപ്പൊ ഒരുപാട് ആളുകളുടെ കൂടെ അവര് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞ് വളരെ അവർക്ക് വലിയ പ്രായമുള്ള ഒരു സ്ത്രീയല്ല, ഒരു ചെറുപ്പമായിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പൊ ആ കുഞ്ഞിനെ നടന്നു പോകുന്ന സമയത്ത് ആ കുഞ്ഞ് ക്ഷീണിതനായിട്ട് കണ്ടിട്ട് ആ അമ്മ ആ കുഞ്ഞിനെ എടുക്കുന്നു. ആ കഥ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ജസ്റ്റ് അതിന്റെ ആ ഒരു ഷോർട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ആ കുഞ്ഞിനെ എടുത്ത് കുറച്ചധികം ദൂരം നടക്കുമ്പോഴത്തേക്കിനും അമ്മയും ക്ഷീണിക്കുന്നു, കുഞ്ഞും ക്ഷീണിക്കുന്നു. അപ്പോ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും ആ ക്ഷീണത്തിന്റെ ഫലമായിട്ട് ചൂടെടുത്തപ്പോ അമ്മ ഒരു കോട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു. ആ കോട്ട് അമ്മ ഊരി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുഞ്ഞ് അവന്റെ ആ ക്ഷീണവും തളർച്ചയും അവശതയൊക്കെ വെച്ചിട്ടാവണം വളരെയധികം കരഞ്ഞു വാശി പിടിക്കാൻ തുടങ്ങി. അപ്പൊ കൂടെ ഉള്ളവരൊക്കെ ആ കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കുന്നു, വഴക്കു പറയാൻ ശ്രമിക്കുന്നു, സ്നേഹത്തോടെ സംസാരിക്കുന്നു. പക്ഷെ അവൻ അതിനോടൊന്നും അവൻ അടുപ്പം കാണിക്കുന്നില്ല. അവൻ വീണ്ടും വീണ്ടും ഈ വാശി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആ അമ്മയോട് പറയണം, നിങ്ങളെ ഞാൻ ഈ കോട്ടിടാൻ സഹായിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പൊ അവരുടെ കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് നോ എന്ന് അവര് പറഞ്ഞില്ല, പക്ഷെ അവർ ആ കോട്ട് ധരിക്കുന്നു. വളരെ പെട്ടെന്ന് ആ കുഞ്ഞിന്റെ മൈൻഡ് മാറുകയാണ്. അവൻ വളരെ കംഫർട്ടബിൾ ആയി. അപ്പൊ അവൻ നോക്കുമ്പോൾ അവന്റെ അമ്മ എന്ന് പറയുന്ന ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയാണ്. കോട്ട് ധരിച്ചാണ് അവന്റെ അമ്മയുള്ളത്. പക്ഷെ അവരാ കോട്ട് ഒരു കയ്യിൽ വെച്ചപ്പോൾ അവൻ അവിടെ വളരെയധികം ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. അതൊരിക്കലും അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ആ കംഫർട്ടബിലിറ്റി അവിടെ കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു ഓർഡർലെസ് അവന്റെ അമ്മയിൽ നിന്ന് അവന് ഫീൽ ചെയ്തുകൊണ്ടാണ് ആ കുഞ്ഞ് അമ്മയുടെ അടുക്കൽ ഭയങ്കരമായിട്ട് നിർബന്ധം പിടിക്കുകയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്തത്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൂടി രണ്ട് തരത്തിലുള്ള ക്രമബോധമാണ് അവർക്കുള്ളത്. ഒന്ന് ബാഹ്യവും, രണ്ട് ആന്തരികവും. ഇപ്പം ബാഹ്യം എന്ന് പറയുമ്പോൾ ഒരു പരിസ്ഥിതിയുമായിട്ട് കൂടുതൽ ഇടപഴകി, കൂടുതലും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ആ സമയം മുതൽ മുന്നോട്ടുള്ള കാലയളവ് വരെയൊക്കെ അവര് പരിസ്ഥിതിയുമായിട്ട് കൂടുതൽ ചുറ്റുപാടുകളിൽ നിന്ന് ഒബ്സർവ് ചെയ്ത് പല കാര്യങ്ങളും മനസ്സിലാക്കി കൂടുതലും വസ്തുക്കളെ തരംതിരിച്ച് കാണാതെ ആ വസ്തുക്കൾക്ക് താനുമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളുമായിട്ടുള്ള ഒരു ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് അവരുടെ സെൽഫ് ഡെവലപ്മെന്റിന് കൂടുതൽ സഹായിക്കും. അതേസമയം ഇപ്പം വലിയ ആളുകളാണെങ്കിൽ അങ്ങനെ ഒരിക്കലും അവർക്കത് ഫീൽ ചെയ്യില്ല. അവര് പുറമേ കാണുന്ന ഇതൊക്കെ അവരുടെ അല്ലെങ്കിൽ ആ ഒരു ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ക്രമസമാധാനം എന്നൊക്കെ പറയില്ലേ, അത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. അവരുടെ ആ ഒരു സെൽഫ് ഡെവലപ്മെന്റ് അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും അങ്ങനെ ഓർഡർ ചെയ്ത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ പുറമേയുള്ള പല കാര്യങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ തിരിച്ചറിവുണ്ടാവണമെന്നില്ല, കൂടുതൽ അറിവുണ്ടാവണമെന്നില്ല, അടുപ്പം ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഒരു ഓർഡർ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള അവരുടെ വളർച്ചയിൽ അവർക്കത് ഗുണമായിട്ടേ വരുള്ളൂ. ഒരു ഓർഡർ അവരുടെ എല്ലാ കാര്യങ്ങളിലും സെൻസിറ്റീവായിട്ടുള്ള ഒരു ഓർഡർ അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ആ ഓർഡർ കീപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കും എന്നാണ് മാം എനിക്ക് മനസ്സിലായത്. അറിയാം മോൺസോറി ഒരു സ്റ്റോറി വഴി അത് ആ സെൻസിറ്റിവിറ്റി ഓർഡർ പറയുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇനിവൻ? ഒന്നുമില്ല. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഡേയ്സിന്റെ ഒരു മെസ്സേജ് ഞാൻ കണ്ടിരുന്നു, ശരിയാണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആക്ച്വലി ആ കുട്ടിക്ക് അറിയാം കോട്ട് എന്ന് പറയുന്നത്. അത് മോന്
ടോയ്സ് ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ ടോയ്സ് എന്ന് മാത്രമല്ല എന്ത് സാധനം എടുത്താലും അത് കറക്റ്റായി എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചിട്ടേ വേറെ എന്ത് കാര്യത്തിനും പോകുള്ളൂ. അത് കറക്റ്റ് ആണെന്നാ പറഞ്ഞത്. ഓക്കെ, ഇതിൽ ആ കുട്ടി ചെറിയ കുട്ടിയാണ്. അപ്പോ മറിയാം മോണ്ടിസോറി ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്രൂപ്പിനെ. അപ്പൊ ഈ കുട്ടി കുറച്ചങ്ങ് നടന്നപ്പോഴേക്കും നല്ല ചൂടാണ്. ബീച്ച് സൈഡ് എവിടെയാണ് അവിടെ, ഇറ്റലിയിലുള്ള ഏതോ ഒരു ബീച്ച് സൈഡ്. യെസ് പ്ലീസ്. ഞാൻ അർച്ചന പറഞ്ഞ ഒരു കാര്യം ഞാൻ എന്റെ കുട്ടിയോട് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ ഒരു കാര്യം ഷെയർ ചെയ്യാണ്. കാരണം എന്റെ ഹസ്ബൻഡ് പാന്റ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമ്പോ തന്നെ ബെൽറ്റ് ഊരിയിട്ടാണ് അലക്കണ ബക്കറ്റിലേക്ക് ഇടുക. ഒരു ദിവസം എന്റെ കുഞ്ഞു ചെറുക്കൻ, അവന് 4 വയസ്സായുള്ള, അപ്പൊ ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നപ്പോ ഇക്കാക്കായാണ് ഡ്രസ്സ് ഊരിയത്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ബെൽറ്റ് നോക്കിയപ്പോ ബെൽറ്റ് കാണുന്നില്ല. അപ്പൊ എന്റെ 2 കുട്ടികളും 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ എന്റെ കുട്ടിയോള് പറഞ്ഞ്, ഉമ്മി ഇന്നലെ വാപ്പിയാണ് എന്ത് അവന്റെ നിക്കർ ഊരിയത്. അപ്പൊ ആ ബെൽറ്റ് എവിടെ ഉണ്ടാവും? അലക്കണ പുള്ളയുടെ നിക്കറിൽ തന്നെ കിടപ്പുണ്ടാവും എന്ന് പറഞ്ഞു. കറക്റ്റ് ആയിരുന്നു. കാരണം അതാണ് കുട്ടികൾ നമ്മള് എന്താണോ നമ്മൾ അവരോട് ചെയ്യുന്നത് അതാണ് അവർ തിരിച്ച് നമ്മളോട് ചെയ്യുന്നത്. നമ്മളത് മനസ്സിലായപ്പോ അവള് പോയിട്ട് ആ ബക്കറ്റിൽ നിന്ന് അങ്ങ് എടുത്തു. പക്ഷെ ഇവരാണെങ്കിൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ബെൽറ്റ് അങ്ങ് ഊരി വെച്ച് അവരവരുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷെ ഇക്കാക്ക ചെയ്തത് കൊണ്ട് ഇവര് വളരെ കറക്റ്റ് ആയിട്ട് അതായത് ഇവര് വളരെ നീറ്റായിട്ട് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങള്. ഞാൻ അതാണ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചേട്ടോ. അത് ശരിയാണ് മാം. ഞാനും അങ്ങനെ ഒരു ഇൻസിഡന്റ് എനിക്ക് ക്ലാസ്സിൽ വെച്ച് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഞാൻ UKG-യിലായിരുന്നു കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ UKG-യിൽ കയറിയപ്പോഴ് പുതിയ കുട്ടികളുണ്ട്. LKG-യിൽ അവിടെ പഠിച്ച കുട്ടികളല്ലാണ്ട് പുതിയ ന്യൂ അഡ്മിഷൻ കുട്ടികളുണ്ട്. അപ്പൊ ഇവർക്ക് ഈ ലഞ്ച് ടർക്കി എടുക്കാൻ പറയുമ്പോൾ ഇവര് ടർക്കി എന്ന് അറിയാം, ടർക്കി എടുക്കും, പക്ഷെ അത് എന്ത് ചെയ്യണം എന്ന് ഇവർക്ക് അറിയില്ല. അപ്പൊ ഫസ്റ്റ് ഡേ ഞാൻ ഇവരോട് പറഞ്ഞു, ലഞ്ച് ടർക്കി എടുത്ത് എല്ലാവരും അവരവരുടെ ടേബിളിൽ വെക്കൂ, നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ലഞ്ച് ടർക്കി എടുത്ത് അവർ വെച്ചത്. പക്ഷെ അതിൽ പുതിയതായിട്ട് വന്ന കുട്ടികൾക്ക് ലഞ്ച് ടർക്കി എന്തിനാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അപ്പൊ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു കൊടുത്തു. 2ാമത്തെ ദിവസം ഇവർ വീണ്ടും വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവരൊന്നും ചെയ്യുന്നില്ല. ഞാൻ ലഞ്ച് ടർക്കി എടുക്കൂന്ന് പറഞ്ഞിട്ട് എടുക്കുന്നില്ല. അവര് എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്നു, അങ്ങനെയും ചെയ്യുന്നില്ല. 3ാമത്തെ ദിവസം ഞാൻ ലഞ്ച് ടർക്കി കൊണ്ടുപോയി. എനിക്ക് ലഞ്ച് ടർക്കി 3ാമത്തെ ദിവസം മുതൽ ഞാൻ കൊണ്ടുപോയി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ലഞ്ച് ടർക്കി എടുത്ത് അവർക്കൊപ്പം എൻ്റെ ടേബിളിൽ ഞാൻ ലഞ്ച് ടർക്കി വിരിച്ചിട്ടിട്ട് അവർ ഇമിറ്റേറ്റ് ചെയ്യും. ഇന്ന് വരെയുള്ള ദിവസവും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അവർക്ക് അറിയാം, നന്നായിട്ട് അറിയാം. എന്നെക്കാളും മുമ്പേ അവർ ഇപ്പൊ അത് ചെയ്യും. ലഞ്ച് ടർക്കി എടുത്തു, അവരുടെ ഡിഷൊക്കെ കറക്റ്റ് ആയിട്ട് വെച്ചു. ഇപ്പൊ അവരത് ഓർഡറിലായി. ഞാൻ ആ ചെയ്യുന്ന കാര്യം ഇമിറ്റേറ്റ് ചെയ്ത്, അതാണ് നമുക്കൊരു ഓർഡർ ഉണ്ടെങ്കിലേ താഴേന്ന് നമ്മളെ കണ്ടുവരുന്ന കുട്ടികൾക്ക് ആ ഒരു ഓർഡർ കിട്ടൂ എന്ന് പറയുന്നത്. ഇപ്പൊ സിനു പറഞ്ഞപ്പോ എനിക്ക് അത് പെട്ടെന്ന് ഓർമ്മ വന്നു. അതാണ്. ഓക്കെ, സോ ആ ഒരു ഓർഡറാ പറഞ്ഞത്. കുട്ടിക്ക് അറിയാം കോട്ട് എന്നുള്ളത് ഇടേണ്ട സാധനമാണ്. പക്ഷെ അത് അമ്മ വെറുതെ ഒരു റഗ് പോലെ കയ്യിൽ ഹാങ് ചെയ്തിട്ടത് അവനൊട്ടും ഇഷ്ടമായില്ല. അപ്പൊ മറിയം മോണ്ടിസോറിക്ക് അത് മനസ്സിലായി. മോണ്ടിസോറി ചെന്ന കുട്ടിയുടെ അമ്മോട് പറയാണ്, കോട്ട് ഇടാൻ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന്. അങ്ങനെ അവരപ്പോ മോണ്ടിസോറിയെ നോക്കുന്നത് ഇങ്ങനെ പറയണെന്ന് വിചാരിച്ചു. അങ്ങനെ മറിയം മോണ്ടിസോറിയെ കോട്ടിട്ട് കൊടുക്കുമ്പോഴേക്കും കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവും. അമ്മ കോട്ടിട്ടു എന്ന് പറഞ്ഞ അവൻ കൈ കൊട്ടിക്കുക, ഭയങ്കര ഹാപ്പി ആകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതാണ്. അപ്പൊ ഞാൻ എന്റെ മോൻ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴേക്കും ഈ ചുരിദാറിന്റെ ഷോൾ എടുത്ത് എവിടെയെങ്കിലും അങ്ങ് ഇടുമ്പോൾ ചൂടെടുത്തിട്ട് അവൻ ഓടിപ്പോയി ആ ഷോൾ എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ ഇട്ട് തരുമായിരുന്നു. അങ്ങനെ ചെയ്യായിരുന്നു. അങ്ങനെ ഇതെന്ന് പറഞ്ഞിട്ട് ഇട്ട് തരുമായിരുന്നു. എനിക്ക് അതൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനൊന്നുമില്ല, മനസ്സിലായല്ലോ. കുട്ടികൾക്ക് ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ കുഞ്ഞിലെ അവർക്ക് ആ ഓർഡർ കിട്ടുവാണെങ്കിൽ അത് അഡൾട്ട്ഹുഡിൽ എത്തുന്നവരെയും അങ്ങനെ ഇരിക്കും. ചൊട്ടയിലെ ശീലം ചുടൽ വരെ എന്ന് പറയുന്ന പോലെ. സിനു പറഞ്ഞ പോലെ ഹസ്ബൻഡിന്റെ ചൊട്ടയിലെ ശീലമായിരിക്കും അങ്ങനെ ബെൽറ്റോട് കൂടി കൊണ്ടുപോയി ഇടുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വൺ ആരായിരുന്നു? സെൻസിറ്റീവ് ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്. ഹസ്ബൻഡ് അവിടെ നിന്ന് കേൾക്കുന്നുണ്ടാവും. ഗുഡ് ഈവനിങ് മാം. ഞാനാണ് മാം. സെൻസിറ്റിവിറ്റി ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്. അതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നമ്മൾ 5 സെൻസസ് ഏതാണെന്ന് നമുക്കറിയാം. അതായത് ഐ, ഇയർ, നോസ്, ടങ്, സ്കിൻ. ഇതാണ് നമ്മൾ 5 സെൻസസ്. അപ്പം ഒരു കുട്ടി ബർത്തിൽ തന്നെ എല്ലാ സെൻസസും ഡെവലപ്പ് ആവുന്നുണ്ട്. അത് ഗ്രാജുവലി, അതായത് നമ്മൾ എൻവയോൺമെന്റിലേക്ക് കൂട്ടിയിട്ട് ആ കുട്ടീന്റെ എല്ലാ സെൻസസും ഓരോ സെൻസസും ഡെവലപ്പ് ആയിക്കൊണ്ടേ വരുന്നുണ്ട്.
അപ്പം അവന്റെ ന്യൂറോളജിക്കൽ സ്ട്രക്ചർ, അതായത് എല്ലാ നെർവസ് സിസ്റ്റമും ഡെവലപ്പ് ചെയ്യാൻ അവന് ഏറ്റവും ആവശ്യമുള്ളത് എൻവയോൺമെന്റ് എക്സ്പ്ലോർ എന്നുള്ളതാണ്. അതായത് നമുക്ക് ചുറ്റുമുള്ള ചുറ്റുപാടും ആ കുട്ടി എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ അവരുടെ എല്ലാ ന്യൂറോളജിക്കൽ സ്ട്രക്ചേഴ്സും ഡെവലപ്പ് ആവും. ഇതിലൂടെ അവരുടെ ഒബ്സർവേഷനും തിങ്കിങ്ങും എല്ലാം ഡെവലപ്പ് ആയിക്കൊണ്ടേ വരും. അതായത് മോണ്ടിസോറി ഒബ്സർവ് ചെയ്യുന്നത് ഒരു കുട്ടീന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഹാൻഡ് ആൻഡ് ടങ് കോർഡിനേഷൻ ആണ്. ഹാൻഡ് ടങ് കോർഡിനേഷന് ഒരു കുട്ടിയുടെ ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് മറിയ മോണ്ടിസോറി പറയുന്നുള്ളത്. നമ്മൾ ടങ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സ്പീക്ക് ആൻഡ് ഹാൻഡ് ബോത്ത് ആർ യൂസ്ഡ് ഫോർ വർക്ക്. ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് മോണ്ടിസോറിയിൽ നമ്മൾ പ്രാക്ടിക്കലിന് വന്നിട്ടാകുമ്പം എല്ലാ മെറ്റീരിയൽസ് കണ്ടതായിരുന്നു. മോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽസിൽ നമുക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാനുണ്ടായിരുന്നു. അതായത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ ടെക്സ്ചർ മനസ്സിലാവും, സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ, വെയിറ്റ് മനസ്സിലാവും. അതുപോലെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ എല്ലാം മനസ്സിലാവും. പിന്നെ അതുപോലെ സ്മെൽ സിലിണ്ടർ ഉണ്ടായിരുന്നു. സ്മെൽ സിലിണ്ടറിൽ നമുക്ക് നമ്മളെ സ്മെല്ലിംഗ് സെൻസ് ഇമ്പ്രൂവ് ആവാൻ ആ സ്മെൽ സിലിണ്ടർ ഒക്കെ ഇതാണ് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നു. അതായത് സൗണ്ട് സിലിണ്ടർ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സൗണ്ട്സ് ഒക്കെ ഡിഫറെന്റ് സൗണ്ട്സ് മനസ്സിലാവും. ഓരോ പാർട്ടിക്കിൾ ഇട്ടിട്ടാകുമ്പം ആ പാർട്ടിക്കിളിന് ഡിഫറെന്റ് സൗണ്ട് ആയിരിക്കും. എല്ലാത്തിനും ഒരേ സൗണ്ട് ആയിരിക്കില്ല, ഡിഫറെന്റ് സൗണ്ട് ആയിരിക്കും എന്നൊക്കെ നമുക്ക് അന്ന് പ്രാക്ടിക്കലിന് പോയിട്ടാകുമ്പോൾ മനസ്സിലായതായിരുന്നു. പിന്നെ മോണ്ടിസോറി മാൻസ് ഇന്റലിജൻസ്, ഇൻസ്ട്രുമെന്റ് ഓഫ് മാൻസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഹാൻഡ് ടങ് കോർഡിനേഷനെയാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് മാൻസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പാർട്സിനേക്കാളും ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ളത് ഹാൻഡ് ആൻഡ് ടങ് ആണെന്ന് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. മാം, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഇതൊക്കെ ഇതാക്കിട്ട് ഹാൻഡ് ആൻഡ് ടങ് കോർഡിനേഷൻ എന്നുള്ള ഒരു കോർഡിനേഷൻ ഞാൻ അധികം കേട്ടിട്ടില്ല. നമ്മൾ ഹാൻഡ് ഐ കോർഡിനേഷൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഹാൻഡ് ടങ് കോർഡിനേഷൻ അതെനിക്ക് അത്ര മനസ്സിലായിട്ടില്ല മാം. നമുക്ക് കുട്ടികള് ഇനീഷ്യലി ആകുമ്പോൾ അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് അവരുടെ കൈയും വായുവാണ്. ശരിക്കും കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ മലർന്നു കിടക്കുന്ന ആ ഒരു ഏജിൽ കുട്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന എന്താ? ആ വായ കൊണ്ട് അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ടാവും, പക്ഷെ ആ ഒരു എക്സ്പ്രഷൻ. പിന്നെ എന്ത് കിട്ടിയാലും വായിൽ വെക്കുന്ന ഒരു ടെൻഡൻസി, കടിച്ചു നോക്കുക, അവര് അത് ചെയ്യും. അവരുടെ വിഷ്വൽ ആവണേന് മുമ്പ് തന്നെ ആ ഒരു സോഷ്യൽ സ്മൈലും നമ്മുടെ നോട്ടം കറക്റ്റ് അതൊക്കെ ഓക്കെ തന്നെ, പക്ഷെ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നവരുടെ കൈയും വായുമാണ്. ടേസ്റ്റ്, അതാണ് അവർക്ക് ഓരോ ടേസ്റ്റ് മനസ്സിലാവുന്നത്. ഒരു 6 month ഒക്കെ ആകുമ്പോഴേക്കും അവർ എല്ലാ ടേസ്റ്റും മനസ്സിലാക്കിയിട്ടുണ്ടാവുമായിരിക്കും. ആ ഒരു ടേസ്റ്റ് മനസ്സിലാക്കുന്നത്, പാലിന്റെ ടേസ്റ്റ്, അതൊക്കെ അവർക്ക് ആ ഒരു ടേസ്റ്റ് അവർ മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ടാണ് ഹാൻഡ് ആൻഡ് ടങ് അത് പറയുന്നത്. ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ നമ്മൾ പറയും എപ്പോഴാണെന്നറിയോ, ഒരു 3 years ഒക്കെ കഴിയുമ്പോഴേക്കും ഇവരുടെ ബോഡി കോർഡിനേഷൻ കറക്റ്റ് ആവും. 1 വയസ്സൊക്കെ ആകുമ്പോൾ നടന്ന ബോഡി കോർഡിനേഷൻ കറക്റ്റ് ആവും. നമ്മൾ പറയില്ലേ 4 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ ഡാൻസ്, അങ്ങനെയുള്ള യോഗ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ കൂടുന്നു. അപ്പോഴാണ് ഹാൻഡ് ആൻഡ് ഐ ബ്രെയിൻ എല്ലാ കോർഡിനേഷനും ഒരുമിച്ച് വരുന്നത്. ഓക്കെ, ഇവിടെ അവരുടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അവരുടെ മൗത്തും ഈ കൈകളുമാണ്. പഠിച്ചു നോക്കുക. സംസാരിക്കാറാകുമ്പോഴേക്കൊക്കെ അവര് എന്തൊക്കെയോ ഇങ്ങനെ പറയണം, നാക്ക് പുറത്തേക്കിട്ട് വായ ഇങ്ങനെ ഒരുമാതിരി കൂർപ്പിച്ച് അങ്ങനെ ഓരോന്നൊക്കെ പറയുമല്ലോ. അതുകൊണ്ടാണ് ആ ഒരു ഇത് പറയുന്നത്. ആ ഒരു കോർഡിനേഷൻ കൈയും ഈ ടാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവരെത്തും, വായിലേക്ക് കൊണ്ടുപോകും, കടിച്ചു നോക്കും. അങ്ങനത്തെ ആ ഒരു ഇതുകൊണ്ടാണ് തുടക്കത്തിൽ പറയുന്നത് അങ്ങനത്തെ ഒരു സെൻസിറ്റിവിറ്റി അവർക്കുണ്ടെന്നുള്ളത്. അതായത് കുട്ടികള് എല്ലാ ഒബ്ജക്റ്റും ഇപ്പം കയ്യിൽ ഇപ്പൊ ഈ ടോയ്സോ ഒക്കെ എടുക്കുമ്പോ ഇവര് അത് അങ്ങനെ റിലേറ്റ് ചെയ്താൽ മതിയോ? വായിൽ വെച്ച് നോക്കൂലേ? അതെ, അങ്ങനെ തന്നെ നോക്കിയാലല്ലേ? ആ, ഓക്കെ. വേറെ മെറ്റീരിയൽസ് അതെ. അത് അവർക്ക് വരുന്ന ഒരു ടൈം. ശ്രീതയുടെ നല്ലൊരു ഡൗട്ടായിരുന്നു തമന്നയുടെ ക്ലാരിഫിക്കേഷൻ. ഓക്കെ, കാരണം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ മീഡിയംസ് ശരിക്കും ഇല്ല. അവർ ഈ കൈയും ഈ ഇതും വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, പ്ലീസ്. ഓക്കെ മാം, ബാക്കി നമ്മൾ സെൻസസ് കൊണ്ട് നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. അതായത് നമ്മൾ 5 സെൻസസ് കൊണ്ട് ഫീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജസ്റ്റ് മിനിറ്റ് മാം.
അത് ആ റൂമിൽ ഹസ്ബൻഡ് വന്നു, അപ്പൊ ഇപ്പുറത്തെ റൂമിൽ ചേച്ചി വന്നു. അപ്പം സെൻസസ് കൊണ്ട് വരുന്ന എല്ലാ ഇതും നമ്മളെ നെർവസ് സിസ്റ്റംസ് അത് റിസീവ് ചെയ്തിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ്, അതായത് അപ്രോപ്രിയേറ്റ് റിയാക്ഷൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. അതിലൂടെ ഒരു കുട്ടീന്റെ നെർവസ് സിസ്റ്റംസ് നല്ല പോലെ ഡെവലപ്പ് ആവും. പിന്നെ ഒരു കുട്ടി നമ്മൾ കേൾക്കുന്നതും കാണുന്നതിലും കൂടി എല്ലാ നെർവസ് സിസ്റ്റംസ് ഒക്കെ ഇംപ്രൂവ് ആകുമെന്ന് പറഞ്ഞു. അതുപോലെ മോണ്ടിസോറിയിലുള്ള ഡൈഡാറ്റിക് മെറ്റീരിയൽസ്, ആ ഡൈഡാറ്റിക് മെറ്റീരിയൽസ് ഹാൻഡ് കോർഡിനേഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ ഫസ്റ്റേ പറഞ്ഞു. ഹാൻഡ് കോർഡിനേഷൻ, ആ ഡൈഡാറ്റിക് മെറ്റീരിയൽസ് എന്നുള്ളത് മോണ്ടിസോറിയിലുള്ള മോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽസും ഡൈഡാറ്റിക് മെറ്റീരിയൽസ് ആണ്. എക്സാമ്പിൾസ് ബ്രൗൺ സ്റ്റെയർസ് ഒക്കെ നമുക്ക് കുട്ടികളുടെ കൺട്രോൾ ഇറർ മെത്തേഡിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതായത് ഡൈഡാറ്റിക് മെറിറ്റ്സ് എന്ന് പറയുന്നത്, അതായത് മോസ്റ്റ് മെറ്റീരിയൽ സെൽഫ് കറക്റ്റിംഗ് ആൻഡ് റിപ്പീറ്റേഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്തുമ്പോൾ നമുക്കത് തെറ്റ് പറ്റിയിട്ട് നമുക്കത് ഒരു മടുപ്പ് വരുന്ന പോലത്തെ മെറ്റീരിയൽസ് ഒന്നും മോണ്ടിസോറിയിലില്ല. അതായത് കൺട്രോൾ ഓഫ് ഇറർ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമല്ല, അത് അവർക്ക് റിപ്പീറ്റേഷൻ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ള മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറിയിൽ മോസ്റ്റ് ഓഫ് ദായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മോണ്ടിസോറി കണ്ടുപിടിച്ചിട്ടുള്ളത്, മോണ്ടിസോറി മെറ്റീരിയൽസിലൂടെ ഉപയോഗിക്കുമ്പോൾ കുട്ടിയുടെ 5 സെൻസസ് നല്ല പോലെ ഡെവലപ്പ് ചെയ്തിട്ട് അവരുടെ നെർവസ് സിസ്റ്റം, അതായത് ന്യൂറോളജിക്കൽ സ്ട്രക്ചർ നല്ല പോലെ ഡെവലപ്പ് ചെയ്യും. പിന്നെ അവരുടെ ഒബ്സർവേഷൻസും തിങ്കിങ്ങും എല്ലാം ഡെവലപ്പ് ചെയ്യും. ഓക്കെ മാം. മാം, പ്ലീസ്. ഈ കൈ കുടിക്കുന്ന സ്വഭാവം ഇതുമായിട്ട് വല്ലതും റിലേറ്റ് ചെയ്താണോ? എന്റെ മോനുണ്ടായിരുന്നു അങ്ങനെ ഈ കൈ കുടിക്കുന്ന സ്വഭാവം. കുറച്ചൊക്കെ, പക്ഷെ അത് ചെറുപ്പത്തില് തന്നെ പെട്ടെന്ന് മാറുന്നു. വലുതാകുമ്പോഴും ആ ഒരു ശീലം അറ്റ്ലീസ്റ്റ് ഉറക്കത്തിൽ കാണിക്കുവാണെങ്കിൽ അതൊരു ഇൻസെക്യൂർ ഫീലിംഗ് ആണെന്നാണ് പൊതുവെ പറയുന്നത്. ചെറുപ്പത്തിൽ അവർ കാണിക്കുകയായിരിക്കും, ഒരു അറ്റൻഷൻ സീക്കിങ്ങോ അല്ലെങ്കിൽ അവർക്ക് അവര് എൻജോയ് ചെയ്യുന്നുണ്ടാവും ആ ഒരു ആക്ടിവിറ്റി. അത് എനിക്ക് പാല് കുറവായത് കാരണം ഈ പാൽ പൊടി കൊടുക്കാനും പറ്റില്ല, ഡൈജഷന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അവന് വിശപ്പ് ഇതാവില്ലല്ലോ, തൃപ്തിയാവാതെ കൈകുടി അങ്ങനെ ഞങ്ങൾ കുറെ മാറ്റാൻ നോക്കി. അവസാനം ഇത് മാറിയത് എങ്ങനെയാന്ന് വെച്ചാല് പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പം ഇവര് ഡ്രിപ്പ് ഇട്ടു കയ്യില്. അപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ആ കൈകുടി ശീലം മാറിയത്. അത് കുടിച്ച് ആ വിരല് തേഞ്ഞു പോയി മിസ്സേ. ആ അവസ്ഥയായിരുന്നു. ചേച്ചിയുടെ കുട്ടികള് രണ്ടുപേരും മിസ്സേ, അത് ശരിക്കും നമ്മളിങ്ങനെ അമ്മമാർ പറയുന്നത് എന്ത് കിട്ടിയാ വായി വെക്കെന്ന് പറയില്ലേ? പക്ഷെ അത് ശരിക്കും അവരുടെ ഒരു വളർച്ചാ കാലഘട്ടം തന്നെയാണത്, അല്ലേ? എന്ത് കിട്ടിയാലും വായി വെക്കും. നമ്മൾ പരാതി നമ്മൾ പറയൂല്ലേ, എന്ത് കിട്ടിയാലും നമുക്ക് പേടിയാ, തപ്പി പിടിച്ചെടുത്ത് വായി വെക്കും പറയൂല്ലോ. പക്ഷെ അതൊരു അല്ലേ സെൻസിറ്റീവ് പീരീഡിന്റെ ഒരു വളർച്ചാ കാലഘട്ടം തന്നെയല്ലേ ആണത്? അതെ അതെ, തീർച്ചയായിട്ടും. അസ്രിഫ് അത് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഫർസാനയുടെ മെസ്സേജ് കണ്ടത്. പ്രീവിയസ് സെൻസിറ്റിവിറ്റി ഓർഡറുമായിട്ട് കണക്ട് ചെയ്ത് ഫർസാന പറഞ്ഞതാണ് എന്റെ കുട്ടികളെ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തി അലമ്പാക്കുന്നത്. ചുമ്മാ ഒരു ക്രിയേറ്റീവായിട്ട് ഇന്നോവേറ്റീവായിട്ട് ഒരു ഗെയിം കണ്ടുപിടിക്കുക കുട്ടികളെ കൊണ്ട്, അതെല്ലാം അടക്കി വെക്കാനായിട്ട് ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കും. ഓക്കെ, സോ അവർക്ക് തോന്നരുത് പണിയാണെന്ന്, ഇറ്റ്സ് എ ഗെയിം. ആ ഒരു രീതിയിൽ അതുകൊണ്ടാണ് പറയാൻ മോണ്ടിസോറി പറയുന്നത് വർക്ക് ടു പ്ലേ, അതായത് ജോലി ചെയ്യാം, പക്ഷെ അതേ തോന്നാൻ ഇതൊരു ഗെയിം ആണെന്നുള്ള രീതിയിലാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോ ഡൈഡാറ്റിക് മെറ്റീരിയൽസ് പറയാം. മോണ്ടിസോറിയുടെ ഓരോ മെറ്റീരിയൽസും നമുക്ക് നോക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ അത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് അത് ഇൻഫോർമേറ്റീവ്, നിറയെ ഇൻഫർമേഷൻസും ഇൻസ്ട്രക്ഷൻസും നിറഞ്ഞതാണ്. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ടാണ് എക്സസീവ് ആയിട്ട് പല കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് ഡൈഡാറ്റിക് മെറ്റീരിയൽസ് ഉദ്ദേശിക്കുന്നത്. ത്രൂ സെൻസസ് അവരിതെല്ലാം മനസ്സിലാക്കുന്നു. പറഞ്ഞ പോലെ കയ്യിൽ കിട്ടുന്നതൊക്കെ നേരെ വായിലേക്കാണ് പോകുന്നത്. ആ അത് രീതിയിലത്. നെക്സ്റ്റ് വൺ, സെൻസിറ്റീവ് ടു സ്മോൾ ഒബ്ജക്ട്സ്. ആരാണിത് ചെയ്യുന്നത്? ആരായിരുന്നു പറഞ്ഞത്? ജ്യോതി ഏതോ ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ആരായിരുന്നു? ആക്സെന്റ് ആണോ? ഫാത്തിമ ഉണ്ടായിരുന്നു മാം. ഫാത്തിമ ഏതോ ഒരെണ്ണം ഉണ്ടായിരുന്നു.
നമ്മുടെ കിളി ദിക്കൃപാടി കിളി അതുപോലെ ഓക്കെ എന്ന് കയറാൻ പറ്റാത്ത വല്ല അവസ്ഥയായിരിക്കും. ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ. സ്മോൾ ഒബ്ജക്ട്സ് കുട്ടികളെ പ്ലീസ്. ഇത് ചെറിയ സാധനങ്ങളോടുള്ള എന്താ പറയാ കുട്ടികൾക്കുള്ള ഒരു അട്രാക്ഷന്. അതായത് ഇപ്പം ഒരു ഉറുമ്പ് താഴെ കൂടെ പോവുകയാണെങ്കിൽ ഉറുമ്പ് ഇങ്ങനെ ലൈനായിട്ട് പോകുന്ന സമയത്ത് അവർക്കത് പെട്ടെന്ന് എന്താ പറയാ അവർക്ക് അതൊരു കാണുമ്പോ ഒരു അത്ഭുതമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അത് അവർ കുറേ സമയം നോക്കി നിൽക്കും അതെങ്ങട്ടാ പോകുന്നത്. അതേപോലെ എന്റെ മോക്കുണ്ടായിരുന്നു ചെറിയ എന്തെങ്കിലും സാധനം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല, നമ്മൾ അടിച്ചു വാരി എല്ലാം ചെയ്തിട്ടുണ്ടാവും, എന്നാലും എന്തെങ്കിലും ഒരു ചെറിയ സാധനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കാണും. അത് കണ്ടിട്ട് പെട്ടെന്ന് അത് എടുത്തിട്ട് വായിലേക്ക് അതിന് കൊണ്ടുപോവുകയും ചെയ്യുക. അത് എന്താ പറയാ അങ്ങനത്തെ സാധനങ്ങളോട് അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിക്കുണ്ടാവുക. പിന്നെ ഒരു കൊച്ചു ഇതിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു കൊച്ചു കുട്ടി പൂന്തോട്ടത്തിൽ നടക്കുമ്പോൾ അവർക്ക് അവിടുത്തെ എന്താ പറയുക ശ്വാസോച്ഛ്വാസം ഇന്ദ്രിയങ്ങളൊക്കെ അങ്ങനത്തതൊക്കെ നോക്കുന്നതിന് പകരം ഒരു ലേഡി ബേർഡിനെ അല്ലെങ്കിൽ ഉറുമ്പുകളുടെ ഒരു കൂട്ടത്തിനെ ഒക്കെയാണ് അവര് ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ വസ്തുക്കളോടുള്ള സംവേദനക്ഷമത ഒരു പ്രധാന എന്താ പറയാ അവർക്കുള്ള ഒരു കഴിവാണ്. കാരണം ഇത് കുട്ടിയുടെ എന്താ പറയാ എല്ലാം ശ്രദ്ധിക്കാനുള്ള അവരുടെ കഴിവിനെ വളർത്തുന്നുണ്ട്. ഒരു പ്രത്യേക എന്താ പറയാ കാര്യത്തിനെ അവര് ശ്രദ്ധിക്കുന്ന സമയത്ത് അവർക്ക് എന്താ പറയാ ബുദ്ധിപരമായിട്ടുള്ള കഴിവ് വളരുന്നുണ്ട്. ഒറ്റ മിനിറ്റ് കേട്ടോ മിസ്സേ. പിന്നെ ചെറിയ വിശദാംശങ്ങളോടുള്ള സംവേദനക്ഷമത കുട്ടിയെ ഏറ്റവും എന്താ പറയാ മികച്ച വസ്തുക്കളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. കുട്ടി ചെറിയ കാര്യങ്ങളിലേക്ക് പെടുമ്പോൾ കുട്ടിയുടെ ശ്രദ്ധയെ വളരെ കാലം എന്ന് പറയുന്നത് കുറെ നേരം ഒരുപാട് സമയം ആ കാര്യത്തിനെ ശ്രദ്ധിക്കാനുള്ള കഴിവ് കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്. അതിലൂടെ അവർക്ക് കോൺസെൻട്രേഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയാണ് മാം. മാം അതില് പറയുമ്പോ ഇല്ലേ ജസ്റ്റ് നമ്മുടെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസിലാട്ടോ നമുക്ക് എല്ലാവർക്കും ഒരു അനുഭവം കാണും. നമ്മുടെ മക്കള് ഏറ്റവും കൂടുതൽ ഈ പിന്ന് സൂചി പിന്നെ ഈ വകയുള്ള എന്ത് കുഞ്ഞു സാധനങ്ങളും നമ്മളെക്കാളും മുമ്പ് ഇവരായിരിക്കും കണ്ടുപിടിക്കുന്നത്. അത് ചിലപ്പോ ഓൾറെഡി എന്റെ മോനൊക്കെ ആണെങ്കിൽ പോക്കറ്റിൽ അത് ഉണ്ടാവും. ഞാൻ ഇപ്പൊ ഞാന് ഒറ്റ മിനിറ്റ് മിസ്സായത് പറഞ്ഞു പോയില്ലേ, അതിപ്പോ എന്റെ കുട്ടിക്ക് ഇറക്കുന്ന ഒരു മൊട്ട സൂചി കിട്ടിയാണ് അത് അതെന്ന് വെച്ചാൽ നമ്മൾ ഈ പിന്നെ ഇന്നലെ മോൻ പറയാം മമ്മയുടെ കമ്മൽ എവിടെ, ചെറിയ കമ്മൽ. ഞാൻ പറഞ്ഞു അല്ലോ കമ്മൽ കാണാതെ പോയി, നോക്കട്ടെ തപ്പ്. അവന്റെ പോക്കറ്റിലുണ്ടത്, അവൻ എടുത്തു വെച്ചിരിക്കും, എന്റെ കണ്ണിൽ കിട്ടിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് സെൻസിറ്റിവിറ്റി സ്മോൾ, അവരുടെ ഫോക്കസ് കൂട്ടം അപകടമാണ് ചെറിയ, പക്ഷെ അവർക്ക് ഭയങ്കര ഹൈ പവറാ, നമ്മൾ കണ്ടുപിടിക്കില്ല. സേഫ്റ്റി പിൻ, ഈ പറയുന്ന നീഡിൽ, മുടി കമർ വെച്ചിട്ട് മുടി തപ്പിപിടിക്കും, ആ വകയുള്ള ചെറിയ ഫൈൻ ആയിട്ടുള്ള ഒബ്ജക്ട്സ്. അപ്പൊ ഫാത്തിമ പറഞ്ഞ പോലെ ഇപ്പൊ ഇതില് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർക്കിൽ ഗാർഡനില് ഒരു പൂന്തോട്ടത്തിലൊക്കെ നോക്കിയാൽ വളരെ കുഞ്ഞു കിളിയില്ലേ ലേഡി ബേർഡ്, അതിനെയൊക്കെ മക്കൾ ഒബ്സർവ് ചെയ്ത് അതിനെ തന്നെ അവർ നോക്കിയിരിക്കുന്നതാണ്. അതിലൂടെ അവരുടെ ആ ഒരു ഇങ്ങനെ ഇത്രയും ഫൈനസ്റ്റ് ടൈനി ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ കാണുന്നതിലൂടെ അവരുടെ ഫോക്കസ് ഇൻക്രീസ് ചെയ്യും. ആ ഒരു അതേപോലെ കോൺസെൻട്രേഷൻ ഒരു കാര്യത്തില് പവർ ടു കോൺസെൻട്രേറ്റ് അറ്റ് ആൻ ഒബ്ജക്ട് അറ്റ് എ ടൈമിൽ ഒരു വസ്തുവിൽ തന്നെ നോക്കിയിരിക്കുന്ന ആ ഒരു കോൺസെൻട്രേഷൻ. ഈ പറഞ്ഞ പോലെ ഉറുമ്പ് പോകുന്ന അവര് കൂടെ പോകും, ഇതെന്താ ചെയ്യുന്നതെന്ന് അറിയാം. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നേ, സൂചിയും പിന്നും ബട്ടൺ, അതേപോലെ കോയിൻ, 1 രൂപയുടെ ചെറിയ കോയിൻ ഒക്കെ ഇല്ലേ, പെട്ടെന്ന് ഇവര് തപ്പിപ്പിടിക്കും എവിടെ നമ്മളെ വെച്ചാലും ഇവര്. അപ്പൊ അതൊക്കെ ഈ ഒരു സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ് ആയിരിക്കും അല്ലേ മാം? ഞാൻ നിങ്ങളോട് എന്റെ അനിയത്തിക്ക് ഒരു ചെറിയ കുഞ്ഞുണ്ട്, ഒരു വയസ്സേ ആവാനത്രേ. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ പോകുമ്പം അനിയത്തി കുഞ്ഞിനോട് പറയുന്നു ഡൗൺ 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 എന്ന്. ഞാൻ വിചാരിക്കുന്നത് എന്ത്, അപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ കയ്യിൽ ഒരു തേരട്ടയില്ല ചെറിയ, അത് കുഞ്ഞ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓള് കുഞ്ഞിനോട് പറയുന്നു ഡൗൺ ഡൗൺ ഡൗൺ.
ഓൾക്കാണെങ്കിൽ അതിന് ഭയങ്കര പേടി. ഞാൻ എനിക്ക് പ്രാന്താ, നീ കുഞ്ഞിനെ ചാടാതെ കുഞ്ഞിനോട് ഡൗൺ പറഞ്ഞ കുഞ്ഞിക്ക് എന്തറിയാ. അല്ലാ, എന്നിട്ട് ഓളത് ചാടുന്നില്ല, അത് ഞാൻ പോയിട്ട് എടുത്തിട്ട് കളഞ്ഞു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന്. ഓക്കെ, അത് പറഞ്ഞപ്പോ എന്റെ അമ്മയുടെ ചേച്ചി പറയുമായിരുന്നു, ഞാൻ ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെ ഈ സാധനത്തിനെ കയ്യിലെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല, ചെറുപ്പത്തിലാണല്ലോ. ഇവിടെ എന്റെ മൂത്ത കുട്ടി അതിനെ വായിലെടുത്തിട്ടപ്പോ ഞാൻ കണ്ടത്. എന്നിട്ട് ചുണ്ടിന്റെ ആ ഭാഗത്തൊക്കെ ഒരു ഓറഞ്ചിഷ് കളർ ആയിരുന്നു. ഉള്ളും ഒരു കൊറേ ഒരു ദിവസം ഫുൾ ആ ഓറഞ്ച് കളർ ആയിരുന്നുണ്ടായിരുന്നു. മാം എന്റെ അതുപോലെ മോനെ അങ്ങനെ ചെയ്തിരുന്നു. ഞാൻ ഇതുപോലെ വായിലെടുത്ത് പിടിച്ചിട്ട് എനിക്ക് ഈ സാധനത്തിനെ ഭയങ്കര പേടിയാണ്. ഞാൻ ഈ ആ ചെറിയ അട്ടയില്ലേ, അതിങ്ങനെ അതിന്റെ കളർ വരുന്നേ, അത് കടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഓടി, പക്ഷെ എന്റെ ഉമ്മ വന്നിട്ട് എടുത്ത് കളഞ്ഞു. കാരണം നമുക്കും അത് കാണുമ്പോഴേ ഒരു പേടിയാണ്. ഈ മക്കൾസിനെയൊക്കെ കാണുമല്ലോ, കോൺവെക്കേഷൻ വരുമ്പോ കൊണ്ടുവരും. കമറൂണിന്റെ കുട്ടികള് എല്ലാത്തിന്റെ പുറകെ പോകുന്നു പറയണ്ടായിരുന്നു. മാം ഒരു വയസ്സായിട്ടുള്ളൂ ആൾക്ക്. 1 വയസ്സ് 3 മാസേ ആയിട്ടുള്ളൂ. ആള് ഭയങ്കര കോമഡിയാണ്. അതെ അതെ. ഓക്കെ ഫൈൻ. അപ്പം ഞാൻ പറയാൻ വന്നത് മാം അതേപോലെ ഞാൻ പോകുന്ന സ്കൂളിലെ ഒരു കുട്ടി ഈ നട്ട് കൈ പിടിച്ചു. സ്കൂളിൽ നിന്ന് എവിടുന്നോ കിട്ടിയതാ. അവിടെ ഈ ചെയറിന്ന് എന്തോ നട്ട് കിട്ടിയിട്ട് അത് കുട്ടി കൈ പിടിച്ച് വീട്ടിൽ പോയി അത് മൂക്കിലിട്ടു. അത് കുട്ടിക്ക് അത് ബുദ്ധിമുട്ടായി. 3-4 ദിവസം കഴിഞ്ഞ് ആ കുട്ടി 3-4 ദിവസം അവിടെ ലീവായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഡേ ഒരു എന്താ പറയാ, ഒരു വെനസ്ഡേ ആണ് ആ കുട്ടി വന്നത്. സൺഡേ ആണ് പാരന്റ്സ് അറിയുന്നത്. അത്രയും ദിവസം അത് ആ മൂക്കിലിരുന്നു. ആ കുട്ടിക്ക് ജലദോഷം നിൽക്കുന്നില്ല പറഞ്ഞ കുട്ടിക്ക് വേദനയായി. അത് ബ്രീത്ത് ചെയ്യുമ്പോ അത് മുകളിലേക്ക് കയറിപ്പോയി, അവിടെ സ്റ്റെക്കായി. എന്നിട്ട് ഭാഗ്യം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാണ്ട് കിട്ടി, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുത്ത് അത് ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വന്നായിരുന്നു. അതേപോലെ എന്റെ മോനും ഉണ്ട് ഒരു സമയത്ത് ഈ മൂക്കിലിടുന്ന ഒരു സ്വഭാവം. എന്ത് ചെറുത് കണ്ടാലും ഇടുമായിരുന്നു. പേപ്പറ്, ഒരു പ്രാവശ്യം അമരപ്പയറിന്റെ വിത്തിട്ടിട്ട് അത് വീർത്തു വന്നു. എനിക്ക് പേടിയാണ് കുട്ടികളെ. ചെറിയ സാധനം കണ്ട അപ്പൊ ഞാൻ തട്ടി മാറ്റി. നമുക്കിവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉള്ള കാരണം, അവിടെ നൈറ്റ് ഒക്കെ ഉള്ള കാരണം മോനെ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റി. ഇത് അമരപ്പയറിന്റെ വിത്തായിരുന്നു. വിത്ത് ഇരുന്ന് കുറെ നേരം കഴിഞ്ഞാൽ അവിടെ ഈർപ്പല്ലേ, അതിങ്ങനെ വീർത്ത് വരുത്രേ. കുട്ടിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ട് വരുന്നു പറയാ. 3 വട്ടം എന്റെ മോനെ കൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോയിട്ടുണ്ട്. അവനേക്കാ ടെൻഷൻ എനിക്ക്. ചേട്ടൻ പറയും, നിന്നെയാണോ കൊണ്ടുപോകേണ്ടത് മോനെയാണോ കൊണ്ടുപോകേണ്ടത്? എനിക്കൊരു ടെൻഷൻ ആവാൻ. നിങ്ങളുടെയൊക്കെ അമ്മമാരെയോ അച്ഛനെയോ ഒക്കെ പിടിച്ച് ക്ലാസ്സിൽ ഇരുത്തണായിരുന്നു. അപ്പൊ അവർക്കും പറയാനുണ്ടാവും കഥകള്. മിസ്സേ, ഇപ്പൊ ഞങ്ങൾ വേറെ താമസിക്കുകയാണ്. ഞങ്ങൾ തറവാട്ടിൽ താമസിക്കുമ്പോ എനിക്ക് 2 ഇരട്ടക്കുട്ടികളായിരുന്നു. അതിൽ ഒരാൾ ഭയങ്കര വികൃതിയാണ്, ഒരാൾ സമാധാനിയാണ്. അപ്പൊ ഇതുപോലെ ഉമ്മച്ചി എന്തെന്ന് വെച്ചാൽ സ്റ്റീലിന്റെ ഗ്ലാസ്സില് മണ്ണെണ്ണ ഒഴിച്ചു വെച്ചു. മണ്ണെണ്ണ, അതായത് ഇവൾക്ക് 2 വയസ്സായിട്ടില്ല. മണ്ണെണ്ണ ഒഴിച്ചു വെച്ചപ്പോ പുള്ളിക്കാരത്തി നോക്കിയപ്പോ അത് വെള്ളാണ്. ഇവളെന്തെന്ന് വെച്ചാൽ നേരെ അത് കയറി അങ്ങ് കുടിച്ച പാടെ തന്നെ ഞാൻ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. നമുക്ക് പിന്നെ അത് മാത്രമേ അറിയാവുള്ളൂ ചെയ്യാൻ. ഞാൻ നോക്കിയപ്പോ ഉമ്മച്ചി കൊച്ചിന്റെ വായിലേക്ക് കൈ അങ്ങ് കടത്തിയിട്ട് കൊച്ചിനെ അങ്ങ് ഛർദിപ്പിക്കുകയാണ്. പക്ഷെ ഇവള് കണ്ണൊക്കെ മറിഞ്ഞു പോകുന്നു. കൊച്ചല്ലേ, ആകെ ഞാനും പേടിച്ചു. അന്ന് ഞാൻ പ്രഗ്നന്റുമാണ്. ഇവള് വായിലിട്ട് കൈ കുത്തി ഇളക്കി സാധനം പുറത്തേക്ക് എടുക്കാൻ നോക്കുന്നുണ്ടില്ല, പക്ഷെ എത്തിയിട്ടില്ല. കാരണം വെച്ചാൽ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് ഉമ്മച്ചി വായിൽ കൈയിട്ടു. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വണ്ടി വേഗം കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കിടന്ന് കരയുവാ. കാരണം വെച്ച് കഴിഞ്ഞാൽ പേടിയായിട്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, ആൾ ഓക്കെ ആണ്. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോ കൊച്ചും കരയാണ് അതിന്റെ കൂട്ടത്തിൽ, നിങ്ങൾ കാമാവൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒന്നും ഒഴിച്ചു വയ്ക്കില്ല. കാരണം വെച്ചാൽ ഇതൊക്കെ കയറി കുടിച്ചാലോ പേടിയാണ് ഇപ്പൊ കുട്ടികളുള്ള കാരണം. അത് മാം മണ്ണെണ്ണ കുടിച്ച് കഥ പറഞ്ഞപ്പോഴാ, ഞാന് ചെറിയ കുട്ടിയായിരുന്ന സമയത്തെ പണ്ടുള്ള ഓല വീടുണ്ടല്ലോ, ആ ഓല വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പം ഉമ്മ എന്ത് ചെയ്യും, മണ്ണെണ്ണ കിട്ടുന്ന സമയത്ത് കട്ടിന്റെ അടിയിലാ വെക്കുക. വേറെ സ്പേസ് ഇല്ല. ഒരു റൂമും പുറത്താണ് കിച്ചണ്, പിന്നെ ഒരു ചെറിയ വരാന്ത പോലെ മാത്രമേ ഉള്ളൂ. അപ്പോ ഒരു റൂമിൽ തന്നെ 2 കട്ടിൽ അടുത്തിട്ടിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. അപ്പോ ആ കിടക്കുന്ന സമയത്ത് ഉമ്മ കട്ടിന്റെ അടി വെക്കൂലേ, നമ്മള് ചെറിയ കുട്ടികളല്ലേ, കട്ടിന്റെ അടിയിലൊക്കെ പോയാൽ സുഖമായിട്ട് ഇങ്ങോട്ട് പോരുകയും ചെയ്യാലോ. അങ്ങനെ ഞാൻ കാണുന്നതിന് വേണ്ടിയിട്ട് അമ്മ കട്ടിന്റെ അടിയിൽ വെച്ചത്.
അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് കട്ടിന്റെ അടിയിൽ പോയിട്ട് കൂളായിട്ട് വെള്ളല്ലേ, വെള്ളം നമുക്ക് മണ്ണെണ്ണ വെള്ളമൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കട്ടിന്റെ അടിയിൽ പോയിട്ട് വെള്ളാക്കി ഞാൻ കുടിച്ച്. അങ്ങനെ ഉമ്മ കുറച്ച് കഴിഞ്ഞപ്പോ അടുപ്പ് കത്തിക്കാൻ വേണ്ടി മണ്ണെണ്ണ നോക്കാൻ നേരത്ത് മണ്ണെണ്ണ കാണില്ല. അപ്പൊ ഞാൻ കുടിച്ചീന്. അപ്പൊ ഉമ്മ ചോദിച്ചു മണ്ണെണ്ണ എവിടെ? ഇന്നിങ്ങനെ മണ്ണെണ്ണ സ്മെല്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചപ്പോ ഞാൻ കൂളായിട്ട് പറഞ്ഞോലെ മണ്ണെണ്ണ കുടിച്ച് പള്ളയിലെത്തി പോയി പറഞ്ഞോലെ. അങ്ങനെ ഉമ്മ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്തോണ്ട് ഈ ഡോക്ടർ എന്നോട് ചോദിച്ചോലെ അങ്ങനെ മണ്ണെണ്ണ എന്താ കുടിച്ചതെന്ന് ചോദിച്ചാല് ഞാൻ മണ്ണെണ്ണ വെച്ച് പള്ളയിലെത്തി പോയി. അതപ്പൊ മണ്ണെണ്ണന്റെ കഥ പറഞ്ഞപ്പോ ഓർമ്മ വരുന്നത്. അതാ പറഞ്ഞെ. നമ്മുടെ നിങ്ങളുടെ അമ്മമാരെ കൊണ്ടിരിക്കുന്ന അവർക്ക് കുറെ കഥകൾ പറയാനുണ്ടാവും. ഓക്കെ, സോ അതാണ് ഒരു സെൻസിറ്റീവ്. ഇത് തീരുന്നതിന് മുമ്പ് താണ്ടെ ഇവിടെ ഒരു ചെറിയൊരു തിരുത്തുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അർച്ചന മെസ്സേജ് അയച്ചപ്പോഴാ ഈ ലേഡി ബേർഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഹമ്മിങ് ബേർഡ് ആണ്. അതായത് ചെടികളുടെ ഇടയിൽ വലിയ കൊക്കൊക്കെ ആയിട്ട് കുഞ്ഞൊരു പക്ഷി ഉണ്ടല്ലോ. ഇവിടുത്തെ ലേഡി ബേർഡ് എന്ന് ഉദ്ദേശിക്കുന്ന മറ്റേ ഇലകളിലൂടെ പോകുന്ന നമ്മുടെ റെഡും ഇതില്ലേ ലേഡി ബഗ്, അതാണ് കേട്ടോ. അത് നേരത്തെ പറഞ്ഞപ്പോ മാറിപ്പോയതാ. ഓക്കെ, അല്ലല്ല, ടെക്സ്റ്റില് ലേഡി ബേർഡ് എന്നാണുള്ളത്. അത് തന്നെ ലേഡി ബേർഡ് മറ്റേ സംഭവമാണ്. ഞാൻ പറഞ്ഞ റെഡും ഇപ്പഴാ ചെയ്ത് നോക്കിയത്, തെറ്റിപ്പോയി. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പറയാനില്ലാഞ്ഞല്ല മാം, പക്ഷെ മാമിന് പോഷൻ തീർക്കണ്ടേ, അതുകൊണ്ട് കംപ്ലീറ്റ് ആക്കട്ടെ കരുതിയ. ഇല്ലെങ്കിൽ പറഞ്ഞേനെ ഞാൻ പിന്നെ എക്സ്ട്രാ എടുക്കേണ്ടി വരും എങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ. അവധിയല്ലേ, അതെ, അത്യാവശ്യം കാര്യം മനസ്സിലായാൽ മതിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ സെൻസിറ്റീവ് ടു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്. അതായത് വാക്കിംഗ്, ബോഡി കോർഡിനേഷൻ സ്വയം കിട്ടുമല്ലോ കുട്ടികൾക്ക്. ഇങ്ങനെ ഇങ്ങനെ നാടും പിന്നെ അവർ നടക്കും. ഓട്ടോറിക്ഷ വണ്ട് അങ്ങനെയാണോ അതിന് പറയുന്നത്? ഓക്കെ ഓക്കെ ഫൈൻ. ഇതാരാണ് മൂവ്മെന്റിന്റെ മൂവ്മെന്റ് സെൻസിറ്റീവ്? ആരാ പറയാ? വാക്കിംഗ് അല്ലേ മാം? യെസ്, ഞാനാണ് മാം. ഞാൻ പ്രിപ്പയർഡ് ഒന്നും അല്ല, ജസ്റ്റ് എന്റെ മകളുടെ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയാം. പക്ഷെ മാം ഇതിന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഇതില് 2.5 to 4 വയസ്സാണ് ഇതിൽ ഇട്ടിരിക്കുന്ന വയസ്സ് നടക്കുന്നതിൻ്റെ. പക്ഷെ കുട്ടികൾ 12ാം മാസം തൊട്ട് നടക്കുമല്ലോ, നമ്മളത് അങ്ങനെ പറയാലോ അല്ലേ? അത് കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ്. പലപ്പോഴും ഈ ഏജിന്റെ റേഞ്ച് നമ്മൾ അത്ര കാര്യാക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ കുട്ടികളിലും അത് ആവണമെന്നില്ല. കാരണം എന്റെ മോൻ 8ാം മാസത്തിൽ നടന്ന ആളാ. എന്റെ മോള് 8ാം മാസം നടന്നു. ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇതില് 2.5 വയസ്സെന്ന് കണ്ടപ്പോ എനിക്കൊരു ചെറിയ ഡൗട്ട് വന്നു. അതുകൊണ്ട് എന്റെ മോൻ 7ാം മാസത്തിൽ നടന്നു മാം. ഏജ് സ്പാൻ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻസും ഞാൻ പ്രിഫർ ചെയ്യാറില്ല, ഞാൻ ഇടാറില്ല. ഓക്കെ, ജനറലി നമുക്ക് പറയാം ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ നടക്കും, ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ നടക്കുന്നു പറയാന്നേ ഉള്ളൂ. യെസ് പ്ലീസ് ജ്യോതി. ഞാൻ പറയാം. അതായത് പക്ഷെ എക്സാമിന് ചോദിച്ചാൽ നമ്മൾ ഏത് പ്രായം എഴുതണം? 1 years? ഞാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കില്ല. കാരണം എല്ലാവരും ഒരു സമയം അല്ലല്ലോ അങ്ങനെ. പറയട്ടെ മാം. അതായത് മോണ്ടിസോറി രീതി അനുസരിച്ച് നടക്കാനുള്ള സെൻസിറ്റീവ് കാലയളവ് ഏകദേശം 12 മുതൽ 15ാം മാസം വരെയാണ്. ആ സമയത്ത് കുട്ടികൾ വളരെയധികം പ്രചോദിതരും അവരുടെ നടത്ത കഴിവുകൾ പരിശീലിക്കുന്നതിലും പരിപൂർണമാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കുട്ടികൾ സ്വാഭാവികമായും ചലിക്കാനും സന്തുലിതമാക്കാനും നടക്കാനുള്ള കഴിവുകൾ മെച്ചപ്പെടുത്താനും ആഗ്രഹിക്കുന്ന ഒരു നിർണായക സമയമാണിത്. കേൾക്കുന്നുണ്ടല്ലോ മാം? കേൾക്കാം. പിന്നെ ഞാൻ എന്റെ മകളുടെ ഒരു ഇതിൽ വെച്ച് പറയുകയാണെങ്കിൽ, എന്റെ മകള് 8ാം മാസത്തിൽ നടക്കാൻ തുടങ്ങി. ഞങ്ങള് ആ ഒരു വാക്കർ പോലെ ഒന്ന് വാങ്ങി കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ കുട്ടീനെ ഇട്ടിരുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധ എപ്പോഴും കുട്ടികളുടെ മേലെ ഉണ്ടാവണം. നമ്മുടെ ആരെങ്കിലും ഒരാൾ കൂടെ അവരിന്ന് നോക്കി നിൽക്കുന്നത് നല്ലതാണ്. പക്ഷെ എവിടെയാ പോകുന്നത് എന്താണെന്നൊന്നും അറിയില്ല. നമ്മള് കൈ പിടിച്ചു ചിലപ്പോൾ അവര് തനിയെ എണീറ്റ് നിൽക്കാനും ഒക്കെ ശ്രമിക്കും. തനിയെ എണീറ്റ് നിൽക്കാൻ ശ്രമിച്ചാലും വീഴാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി പിടിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട. കുട്ടികളെ സ്വയം അവർ എണീറ്റ് നിന്ന് ആ ചുമരിൽ പിടിച്ച് അങ്ങനെ നടക്കാൻ, അതൊക്കെ കാണാൻ നല്ലൊരു രസമായിരിക്കും. അവരത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവർ നടക്കാൻ തുടങ്ങും.
പിന്നെ മെയിൻ ആയിട്ട് സാൻഡിൽ നടത്തിക്കുന്നത് നല്ലതാണ്. എനിക്കൊരു ഇതിൽ എന്താണ് കുട്ടികൾക്ക് അതിലൊരു ഇമ്മ്യൂണിറ്റി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ സാൻഡിൽ തന്നെ നടത്താനും എപ്പോഴും നമ്മൾ ഈ എന്താണ് ടൈൽസ് അത് ഇതൊന്നും നിർത്താതെ കുട്ടികളെ കുറച്ചെങ്കിലും നാച്ചുറലോട് എൻവിറോൺമെന്റിനോട് കണക്ട് ചെയ്തിട്ട് കുട്ടികളെ നടത്തിപ്പിക്കുന്നത് നല്ലതാണെന്നാണ്. ഞാൻ എൻ്റെ കുട്ടീനെ അങ്ങനെ തന്നെയാണ്. എന്താ മണ്ണിൽ എൻ്റെ അമ്മായിയമ്മ പറയും മണ്ണിൽ കുട്ടീനെ കളിപ്പിക്കേണ്ട, കുട്ടിക്ക് അത് വരും ഇത് വരും. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. കുട്ടിക്ക് എതിർപ്പ് ശക്തി വേണം, ഇമ്മ്യൂണിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും അത് ഒരുപാട് കൂടുതൽ അഴുക്കുള്ള ഇതിലൊന്നും നിർത്താതെ ജസ്റ്റ് ഈ മണല് നോർമൽ നമ്മൾ ചെടിക്ക് ഉപയോഗിക്കുന്ന മണ്ണ് അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ നടത്തിച്ചാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി പവറും അതിൽ കൂടുതലാവും. അതിൽ തന്നെ അവർക്ക് ഫൈൻ മോട്ടോർ സ്കില്ല് കുറച്ച് ഡെവലപ്പ് ആകുന്നതാണ്. എനിക്ക് ഇപ്പൊ ഞാൻ ഈ മോണ്ടിസോറി ക്ലാസ്സിൽ വന്നപ്പോ എനിക്ക് ഫൈൻ മോട്ടോർ സ്കില്ലിനെ കുറിച്ച് എനിക്ക് ഇപ്പൊ മനസ്സിലാവും. അപ്പൊ എനിക്ക് അറിയില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് അറിയുന്നുണ്ട്. പിന്നെ അതേപോലെ കുട്ടികളെ കൈ പിടിച്ച് ഒരു വിരൽ പിടിച്ച് നമ്മൾ ഫസ്റ്റ് നടത്തിക്കും. അപ്പൊ അവര് ആ പേടിയില്ലാതെ നമ്മുടെ എല്ലാം ഓരോ സ്റ്റെപ്പായിട്ട് വെക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ മെല്ലെ ആ പിടിക്കുന്നത് കുറച്ച് ഒഴിവായിട്ട് നിന്ന് അവർക്ക് കുറച്ച് പേടി, അതായത് പേടി ഉണ്ടെങ്കിലും അവർ പിന്നെയും വീണ്ടും എണീറ്റ് നടക്കാൻ ശ്രമിക്കും. അവരെന്തായാലും അത് പൂർത്തിയാക്കാതെ അവര് വിടില്ല നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പിടിച്ചു കൊടുത്തിട്ട് കുറച്ചായിട്ട് നടത്തി അവന് നടന്ന് ആ മണലിലൊക്കെ നടന്ന് ആ മണലിന്റെ ആ സ്പർശം, അതാണ് തമിഴിൽ സ്പർശിക്കാന്നുള്ളത്, അതല്ല പറയും മാം. മലയാളത്തിൽ എനിക്കത് എന്താണെന്ന് അറിയില്ല. ആ മണലിന്റെ കൂടെ അപ്പൊ അവർക്ക് കുറെ ആകുമ്പോ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ കുട്ടികളെ മണലിലൊക്കെ ഇറക്കാതെയും മണ്ണിൽ ഇറക്കാതെയൊക്കെ വളർത്തുന്ന കുറെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവര് കുറെ ആവുമ്പോ വളരുമ്പോ ഒന്നും അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ കുട്ടികൾ ഇപ്പൊ ഞാൻ ഇപ്പോഴാണ് ഞാൻ ആശുപത്രിയിൽ നിന്നുള്ളത് ഒരു കാണുന്നത്. ഈ ഒരാഴ്ചയായിട്ടാണ് ഞാൻ ആശുപത്രി സത്യം പറഞ്ഞ മാം, MRI സ്കാനിൽ പോയി ഞാൻ പേടിച്ച് കുട്ടികളെക്കാളും മോശമായിട്ട് ഞാൻ കരഞ്ഞിട്ടാണ് വന്നത് അവിടെ നിന്ന്. എന്തോ ഞാൻ ആശുപത്രിയിൽ നിന്ന് 2 പ്രസവത്തിന് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. എൻ്റെ അമ്മ എല്ലാം ഞങ്ങൾക്ക് എൻ്റെ നാച്ചുറലായിട്ടുള്ള ഇതിൽ തന്നെയാണ്. ഒരു ജലദോഷം വന്ന ഒരു കാപ്പി വെച്ച് തരും, അങ്ങനെയൊക്കെയാണ്. ഞാൻ ആശുപത്രി ഒരു ഗുളിക പാരസെറ്റമോൾ പറയുന്ന ഒരു സാധനം ഞാൻ എടുത്തിട്ടില്ല. എല്ലാം നാച്ചുറലായിട്ട് എന്തൊക്കെ എൻ്റെ അമ്മ എന്നെ വളർത്തി അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തിയത്. ഇപ്പൊ കുട്ടികൾ നന്നായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താ ഞാൻ നോക്കിയിട്ട് 4 വർഷമായി. അതേപോലെ കുട്ടികള് നടത്തത്തില് കുറച്ചായിട്ട് അവന് ഡെവലപ്മെന്റും ഫൈൻ മോട്ടോർ സ്കില്ലും ഡെവലപ്പ് ആവുന്നതാണ്. മോണ്ടിസോറിന്റെ ഇതിന് എനിക്ക് അറിഞ്ഞത് വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ മാം. താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, ആ ഒരു എക്സ്പാൻ കൊടുത്തിരിക്കുന്നത് വാക്കിംഗ് മാത്രമല്ല, അവരുടെ ബോഡി കോർഡിനേഷൻ അത് കറക്റ്റ് ആവുന്നത് ശരിക്കും ആ ഒരു പ്രായം ആവുമ്പോഴാണ്. അപ്പോഴാണ് ഡാൻസിനൊക്കെ 4 വയസ്സ് കഴിയുമ്പോഴാണ് ഡാൻസ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്ക് അവരെ വിടുന്നത്. അപ്പൊ അവര് നടക്കുന്നത് ആദ്യം വേച്ച് പോകും, പിന്നെ വീഴും, പലതവണ വീഴും, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവർക്ക് ആ കോർഡിനേഷൻ വാക്കിങ്ങിൽ വരുന്നതാണ്. മോണ്ടിസോറി ഇതില് രേഷ്മ പറയുന്നുണ്ട് അവിടെ സാൻഡ്പിറ്റ് ഏരിയ ഉണ്ട് മോണ്ടിസോറിയില്. ചിലയിടങ്ങളിൽ കുട്ടികളെ കൊണ്ട് ചെളി കുഴപ്പിക്കും, കാല് വെച്ചിട്ട് തന്നെ ആ ചെളികൾ നല്ലപോലെ കുഴച്ച് ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അവർക്ക് കുറേ സ്ഥലമുണ്ട്, 1 ഏക്കറിന് മുകളിൽ സ്ഥലമുണ്ട്. അതിന്റെ തട്ടായിട്ടുള്ള സ്ഥലം തൊടുപുഴയാണ്. അവിടെ നിറയെ കൃഷി പോലെയൊക്കെ നട്ടിട്ടൊക്കെ ഉണ്ട് മരങ്ങളൊക്കെ. പക്ഷെ ആ മണ്ണില് പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യില്ല, ഒരു വളവും ഉപയോഗിക്കില്ല, രാസവളം. വീടുകളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് ഒക്കെ ഇടുള്ളൂ, അല്ലാതെ ആ മണ്ണിനെ നശിപ്പിച്ചിട്ടില്ല. അപ്പൊ വെക്കേഷൻ ആവുമ്പോ ഇവരുടെ ഫാമിലിയിലെ കുറെ വലിയ ഫാമിലിയാണ്, കുട്ടികളെല്ലാരും കൂടെ വരും. അവർക്ക് കളിക്കാൻ നല്ലൊരു പ്ലേ ഏരിയ അവിടെ തന്നെയുണ്ട്. കാരണം ആ മണ്ണില് ചെരുപ്പിടാതെയൊക്കെ അവർ ഓടും ഒക്കെ ചെയ്യും. കാരണം അവിടെ വിഷമില്ല ആ മണ്ണിൽ, ആ ഒരു രീതിയിലൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് അതൊന്നും കിട്ടുന്നില്ലല്ലോ. മോണ്ടിസോറി എൻവയോൺമെന്റിൽ അങ്ങനെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, സാൻഡ്പിറ്റ് ഏരിയ ഉണ്ട്. അങ്ങനെ ചെളി കുഴയ്ക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം, ചെടി നടാം. ഇത് പറയുമ്പോഴാണ് എനിക്ക് ഇനി ഒന്നും കൂടി പറയാനുണ്ട്. എന്റെ കുട്ടി പഠിക്കുമ്പോ ഹാൻഡ് നമ്മള് എഴുതാനുള്ള ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കില്ല, അതിനെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ കുഴപ്പിച്ച ആ കയ്യിന്റെ അവർക്ക് ആ ചെറിയ ആ ഒരു മൂവ്മെന്റ്സ് ഒക്കെ കിട്ടുമ്പോൾ അവർ ഹാൻഡ് റൈറ്റിംഗ് ശരി വർക്ക് ചെയ്യാനുള്ള ഇതും അവർക്ക് അതൊന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ട് അതൊന്നും പറയാൻ വിട്ടുപോയതാണ് മാം. സോറി. ചെയ്യിപ്പിക്കുമായിരുന്നു എന്റെ മക്കളെയും കൊണ്ട്. ചെറിയ ഉരുളയാക്കി അവര്, പക്ഷെ അത് ഉപയോഗിക്കാനൊന്നും കൊള്ളത്തില്ല. അവര് ചെറിയ ഗോലി പോലെ
ചുമ്മാ ഞാൻ ചപ്പാത്തി കഴിക്കുമ്പോ അവര് എന്റെ കൂടെ അതിനുമ്പോ ഞാൻ പറയും ചെയ്യാൻ പറയും. അങ്ങനെ ഗോലി പോലൊക്കെ ചെറിയ പിന്നെ അത് കളയാനൊക്കെ കൊള്ളാമെങ്കിലും പിള്ളേർക്കൊരു രസത്തിന് ഞാൻ ചെയ്യിപ്പിക്കുമായിരുന്നു അങ്ങനെയൊക്കെ. ഓക്കെ, നെക്സ്റ്റ് സെൻസിറ്റീവ് ടു ലാംഗ്വേജ്. ആരാ മാം മണ്ണിൽ നടക്കുന്ന പറയുമ്പോ ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഞങ്ങക്ക് ഒരു +1 +2 സമയത്ത് ഒരു സാർ ഉണ്ടായിരുന്നു. ആ സാർ ചെരുപ്പിടില്ല. അതായത് 35 വയസ്സില് ചെരുപ്പിടാതെ നടക്കാൻ തുടങ്ങിയത്. ആ സാറിന് ഒരു ക്ലാസ് വരെ സാർ വരാതെ വന്നിട്ടുണ്ടായില്ല. ഒരിക്കൽ വരെ പനി വന്നിട്ടുണ്ടായില്ല. അപ്പൊ നമ്മ എപ്പോഴും സാറിനോട് പറയും, ഒരു 2 ദിവസം ചെരുപ്പിട്ട് നോക്കോ, പനി വരുന്ന നോക്കാം നമുക്ക് എന്ന്. അപ്പൊ സാർ എപ്പോഴും പറയും, ഞാൻ ചെരുപ്പിടാത്തത് കൊണ്ടാണ്, ഞാൻ മണ്ണിനെ തൊട്ടിട്ട് നടക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് പനിയൊന്നും വരാത്തതെന്ന്. അങ്ങനെ പ്രിൻസിപ്പൾ ആയിട്ടാണ് റിട്ടയർ ആയത്. അപ്പൊ റിട്ടയർ ആയിട്ട് എന്റെ വീട് ഒരു 50 കിലോമീറ്റേഴ്സ് സാറ് സ്കൂളിൽ നിന്ന് സാറിന്റെ വീട്ടിലേക്ക് നടന്നിട്ട് പോയത്. അതായത് ചെരുപ്പിടാതെ നടന്നിട്ട് ആ വന്ന വഴിയിലേക്കൂട്ട് നടന്നിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് പോയത്. പേപ്പറിലെല്ലാം ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അവനീന്ദ്രൻ കേട്ടിട്ടുള്ള പോലെ ഞങ്ങളെ പ്രിൻസിന്നാണ് വിളിക്കല്. പ്രിൻസിപ്പൾ ഉണ്ട്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു സാർ. എവിടുത്തെ സാറ്? +1 എവിടെ, ഏതാ സ്ഥലം? ചട്ടഞ്ചാൽ സ്കൂൾ മാമിന് അറിയാൻ സാധിക്കും. ഞാൻ കാസർഗോഡാണ്. അപ്പൊ ചട്ടഞ്ചാൽ സ്കൂളുണ്ട്. കാസർഗോഡ് അറിയാമല്ലോ, മറ്റേ സ്ഥലം അറിയില്ല. ഓക്കെ, നെക്സ്റ്റ് സെൻസിറ്റീവ് ടു ലാംഗ്വേജ്. കഴിഞ്ഞ ദിവസം ഒരു കുയിലിന്റെ കൂവല് കേട്ടിട്ട് അടുത്തുള്ള ഒരു കൊച്ചുകുട്ടി തിരിച്ചു പോകുന്നത് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നമ്മളെല്ലാരും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഇമിറ്റേറ്റ് ചെയ്യലല്ലേ. യെസ് പ്ലീസ്. ഇതാരായിരുന്നു പറയാന്ന് പറഞ്ഞേ? യെസ്, ഇത് ആരായിരുന്നു പറയാന്ന് പറഞ്ഞ? അരുളി. ഓക്കെ ഫൈൻ. സോ സെൻസിറ്റീവ് ടു ലാംഗ്വേജ് 1.5 ഇയേഴ്സ് തുടങ്ങി 3 ഇയേഴ്സ് എന്നൊക്കെയാണ് ഏജ് കൊടുത്തിട്ടുള്ളത്. ബട്ട് നമുക്കറിയാം കുട്ടികള് ഉണ്ടോ, വന്നിട്ടുണ്ടോ, അതോ ആബ്സെന്റ് ആണോ? മാം ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ രണ്ടാമത്തെ കുട്ടീനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്റെ രണ്ടാമത്തെ കുട്ടിക്ക് ഇപ്പൊ 1.25 വയസ്സ് ആയിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷേങ്കില് ആള് എല്ലാരെയും ഉമ്മ ഉമ്മ എന്നാണ് വിളിക്കുക. പപ്പ ആയിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, ഇനി എന്റെ മൂത്ത കുട്ടി ആയിക്കോട്ടെ, എല്ലാരും ഉമ്മ ഉമ്മ എന്നാ വിളിക്കുന്നത്. പക്ഷേങ്കില് ഡോഗിന്റെയും ക്യാറ്റിന്റെയും സൗണ്ട് നല്ല പോലെ ഉണ്ടാക്കും. എന്താ വെച്ചാല് ഇതിലെങ്ങനെ ഇപ്പൊ നല്ല പോലെ ഡോഗും ഉണ്ട് ക്യാറ്റും ഉണ്ട്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും സൗണ്ട് മ്യാവ് മ്യാവ് അല്ലെങ്കിൽ ബൗ ബൗ എന്ന് പറഞ്ഞിട്ട് നല്ല പോലെ ഉണ്ടാക്കും. അപ്പോ കുട്ടികൾ എന്താ പറയാ, അവര് ചുറ്റുവട്ടത്തു നിന്ന് കേൾക്കുന്ന സൗണ്ട്സ് അവര് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. മറ്റേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവര് കേൾക്കുന്ന സൗണ്ടുകളോട് അവര് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ പിന്നെ എന്താ പറയാ, വേറെ അവര് കാണുകയും പെട്ടെന്ന് തന്നെ നമ്മളെ മുന്നിൽ കാണുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവര് അതാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരും അത് അവിടെ ഉണ്ടെന്ന്. അതിനെ കാണിച്ചിട്ടാണ് ഞാൻ ഫുഡ് വരെ കൊടുക്കല്, ക്യാറ്റിനെ ഒക്കെ കാണിച്ചിട്ട്. പിന്നെ സൗണ്ട്സിന്റെ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ കുട്ടി എന്താ പറയാ ആഗിരണം ചെയ്യുന്നത് ആ സൗണ്ട്സിനാണ്. പരിസ്ഥിതി എന്താ പറയുക, ചുറ്റുപാടിലുള്ള വേറെ എല്ലാ സൗണ്ടുകളെയും സൗണ്ട്സ് അവര് എന്താ പറയാ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അതന്നെ മിസ്സേ. മാം, ഈ കളിപ്പാട്ടങ്ങളുടെ ഒക്കെ സൗണ്ടും ഇതേപോലെ തന്നെ ആയിരിക്കത്തില്ലേ? അവർ കൂടുതൽ കിലുക്ക് മറ്റേ അതിന്റെ ഒക്കെ സൗണ്ട് കുറേ നേരം ശ്രദ്ധിക്കില്ലേ, റിപ്പീറ്റ് ചെയ്ത്? ഇത് തന്നെ ആയിരിക്കും അല്ലെ അതിന്റെ ഇതും? അതെ അതെ, സൗണ്ട്സിനോട് അവര് സെൻസിറ്റീവ് ആയിരിക്കും. അവര് ചെറുപ്പത്തിലേ തുടങ്ങി. അതാണ് നമ്മൾ ആ കിലുക്കം, ആ ഒരു റാറ്റിൽ പോലത്തെ ടോയ് ആദ്യം വാങ്ങുന്നത്. അപ്പൊ ആ ശബ്ദം കേൾക്കുമ്പോ അത് ഫാനിന്റെ സൗണ്ട് അതൊക്കെ തന്നെ. നമ്മൾ ഇപ്പഴായാലും എല്ലാരും പ്രസവിച്ച് കഴിഞ്ഞ് ചെറിയ കുട്ടിയാകുന്ന സമയത്ത് തന്നെ ഫാൻ ഇട്ടിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പൊ ആ ഫാനിന്റെ ഒക്കെ തന്നെ സൗണ്ട് ഇല്ലാതെ പിന്നെ അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. എന്താ വെച്ചാൽ ആ സൗണ്ട് കേട്ടിട്ട് അവർക്ക് ശീലാവുന്നുണ്ട്. അപ്പൊ അത് പിന്നെ ഇല്ലാതെ കിടക്കാൻ കഴിയില്ല.
പിന്നെ അവരുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് കെയർ ഗിവേഴ്സ്, ഇപ്പൊ അമ്മയുടെ ആണെങ്കിൽ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കും. പിന്നെ പപ്പ ഓഫീസിൽ പോയിട്ട് വൈകിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ആളുടെ സ്കൂട്ടർ ഉണ്ടെങ്കിൽ ആ സ്കൂട്ടറിന്റെ ശബ്ദം അല്ലെങ്കിൽ ആളുടെ ശബ്ദം, ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും സ്കൂളിൽ പോകുന്നവരുണ്ടെങ്കിൽ അവർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ആ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ കാണിക്കാറുണ്ടല്ലോ. മസ്തയ്ക്ക് ചെറുപ്പം തുടങ്ങിയ ഫാനിന്റെ ശബ്ദം ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നു. ഫാനിന്റെ ശബ്ദം വേണം അത്രേ ഉറങ്ങാൻ. അതേപോലെ നമ്മുടെ ശബ്ദം അവര് ഇമിറ്റേറ്റ് ചെയ്യില്ലേ? അതെ, നമ്മൾ വായ കൊണ്ട് അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശബ്ദം. ഇവിടെ അടുത്ത് ഒരു 6 മാസമായ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ ഞാൻ ചിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സൗണ്ട് ഉണ്ടാക്കും. 6 മാസമായിട്ടുള്ള ആ കുട്ടി തിരിച്ച് അതേപോലെ ശബ്ദം ഉണ്ടാക്കി തുടങ്ങി. അതെയോ? വളരെ സെൻസിറ്റീവ് ആണ്. ശരിക്കും ലാംഗ്വേജ് എന്ത് ആക്ടിവിറ്റീസിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അവരത് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷെ കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഇവര് ഹ്യൂമൻ സൗണ്ട് ആയിരിക്കും ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അല്ലാതെ അനിമൽസിന്റെ സൗണ്ട് അവർ ആ ചെറുപ്പത്തിൽ ഇമിറ്റേറ്റ് ചെയ്തിരുന്നത് കുറയും. അങ്ങനെ കേട്ടിട്ട് ഹ്യൂമൻ ലാംഗ്വേജിന് എന്തായിരിക്കും കൂടുതൽ സെൻസിറ്റീവ് ആകുന്നത്. അതാണ് സംസാരിച്ച് വരുന്നത് ഹ്യൂമൻ ലാംഗ്വേജിനോട് സെൻസിറ്റീവ് ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു മൂവി കണ്ടു. അത് മൂവിയാണ്, ബട്ട് അതില് 2 കുട്ടികളെ ഒരു ഗോസ്റ്റ് പ്രോസസ് ചെയ്യുന്നതിന്റെ ആയിട്ടുള്ള ഒരു ഗോസ്റ്റ് ഒരു ലേഡിയാണ്. അവർക്ക് അവരുടെ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ നഷ്ടപ്പെട്ടു, അവരും മരിക്കുന്നു. അപ്പൊ അങ്ങനെ അവർക്ക് കൊച്ചു കുട്ടികളോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ്. അങ്ങനെ 2 പെൺകുട്ടികളെ ഇവര് കൺട്രോൾ ചെയ്യുവാണ്. അപ്പൊ അതിലെ ഏറ്റവും കുഞ്ഞ് മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയെ കണ്ടിട്ടില്ല. അതിന് പകരം അമ്മയായിട്ട് അത് കണ്ടിരിക്കുന്നത് ഈ ഗോസ്റ്റിനെയാണ്. ഗോസ്റ്റിനെ കണ്ടാൽ പേടി തോന്നുമെങ്കിലും ഈ കുട്ടി ഒരു അമ്മയുടെ സ്നേഹം കിട്ടിയേക്കണ ഗോസ്റ്റിനാണ്. അപ്പൊ ആ ഗോസ്റ്റ് കാണിക്കുന്ന പോലെയാണ് ആ കുട്ടി കാണിക്കുന്നത്. കണ്ടിട്ടില്ലേ ഈ ഗോസ്റ്റുകളൊക്കെ എങ്ങനെ കാണിക്കുന്നത്? ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി ഇങ്ങനെയൊക്കെ ഇഴഞ്ഞൊക്കെ നടക്കുന്നത്. അപ്പൊ എന്റെ ആക്ഷൻ മുഴുവനും അതുപോലെയാ, ആ ഗോസ്റ്റിന്റെ പോലെ തന്നെ ആക്ഷൻസ്. അപ്പൊ അവര് സെൻസിറ്റീവ് ആണ്. ആ ഒരു ഗോസ്റ്റിന്റെ പോലെ ശബ്ദം ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആയിട്ട് മൂവിയാണ് കണ്ടത്. ബട്ട് ചെറിയ കുട്ടികളെ വളരെ അഫക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ അവരുടെ കെയർ ഗിവറുടെ രീതികളും എല്ലാം അഫക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായിട്ട് സെൻസിറ്റിവിറ്റി. നെക്സ്റ്റ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഒരു സോഷ്യലൈസ് ചെയ്യാനായിട്ട് കൂടുതൽ മെയിൻ ലൈക്ക് എന്തായിരുന്നു മാമ MA ഇംഗ്ലീഷ് മൂവിയാണ്. നെക്സ്റ്റ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഇതാരാണ് ചെയ്യാന്ന് പറഞ്ഞത്? സെൻസിറ്റീവ് ടു സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. അവര് സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അവരുടെ സെയിം ഏജിലുള്ള കുട്ടികളോട് അട്രാക്ഷൻ തോന്നുന്നു. അവരുമായിട്ടിരുന്ന് കളിക്കുന്നു. അതിന് പരിചയമൊന്നും വേണമെന്നൊന്നുമില്ല. വീട്ടില് ഇതുപോലെ ഗസ്റ്റ് ആയിട്ട് വരുന്നവരുടെ കൂടെ അങ്ങനത്തെ കുട്ടി ഉണ്ടെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് അതുമായിട്ടിരുന്ന് കളിക്കുന്നതാണോ, ഒരു പരിചയമൊന്നും വേണ്ട. അപ്പൊ അങ്ങനെ സോഷ്യലൈസ് ചെയ്യാനായിട്ട് ഒരു 3 years ഒക്കെ ആവുമ്പം അവർ ഒറ്റയ്ക്കുള്ള കളികളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ആ ഒരു സെൻസിറ്റീവ് പീരീഡ് അവർക്ക് ആ ഒരു സമയത്ത് റിലേഷൻഷിപ്സ്, അതായത് അഫെക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും, ഒരു ഇഷ്ടം തോന്നുന്നുണ്ടാവും, ലൈക്ക് ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള ഒരു ഇഷ്ടം. അപ്പോ ഈ LKG UKG പഠിക്കുന്ന കുട്ടികൾ പറയില്ലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇതാണെന്നൊക്കെ പറഞ്ഞ പേരൊക്കെ പറയും. അവർക്ക് നമ്മള് ഇപ്പൊ പറയുന്ന പോലെ വൈബ്. അപ്പൊ അങ്ങനെ തൊട്ടപ്പുറത്തൊരു മോന്റെ ഒരു ഫ്രണ്ട് വരുമായിരുന്നു. അവൻ പറയണത് ബെസ്റ്റ് ഫ്രണ്ടും അല്ല, എന്റെ ഗേൾ ഫ്രണ്ട് ആണ്, ഞങ്ങൾ ഭയങ്കര സീരിയസ് ആണ്, ഞങ്ങള് റിലേഷൻഷിപ്പിലാണ്, ഞങ്ങൾ കല്യാണം കഴിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ആ കുട്ടികൾ ആ ഒരു രീതിയിൽ ഓരോ കാര്യങ്ങളെ കാണുന്നതേ അവർക്ക് അങ്ങനെ ഒരു സെൻസിറ്റീവ് സോഷ്യൽ ആസ്പെക്ട്സ് അങ്ങനെ പറയുമ്പോൾ അവന് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല പറയുന്നത്. അത്രേ അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ പാർട്ട് ആവാനായിട്ട് അവർക്ക് പറ്റുന്നു. ആ ഒരു രീതിയിൽ അവർ പോകും. ഓക്കെ, സോഷ്യലൈസ് ചെയ്യുന്നു. അത് തന്നെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അവരുടെ സ്കൂളാകുന്ന ഒരു ഏജും ഒക്കെ ആണല്ലോ, 2.5 years ഒക്കെ കഴിയുമ്പോഴേക്കും അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. മോണ്ടിസോറി എൻവയോൺമെന്റ് ആകുമ്പോൾ അവരുടെ പ്രായത്തിലുള്ളവരും അവരുടെ പ്രായം കൂടിയ അങ്ങനെ എൽഡേഴ്സും ഉണ്ടല്ലോ. വേർട്ടിക്കൽ ഗ്രൂപ്പിംഗ് ആണല്ലോ മോണ്ടിസോറി മെത്തേഡിൽ. 3 തുടങ്ങി 6 years വരെയുള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ 3 years അവർ ചെല്ലുമ്പോൾ അവരെക്കാൾ മുതിർന്ന കുട്ടികളും ഉണ്ടാവും, അവരുടെ പ്രായത്തിലുള്ളവരുണ്ടാവും. അവര് കുറച്ച് വലുതാവുമ്പോൾ ചെറിയ കുട്ടികൾ വരും. അങ്ങനെ എല്ലാവരുമായിട്ട് അവര് മിങ്കിൾ ചെയ്തു പോകും, സോഷ്യലൈസ് ചെയ്തു. ഓക്കെ,
അപ്പൊ ഇതെല്ലാം വരണമെങ്കിൽ എന്താണ് ശരിക്കും നമുക്ക് ആ കുട്ടിക്ക് വേണ്ടുന്ന ഒരു എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള സെൻസിറ്റിവിറ്റി എല്ലാം ഈ ഒരു സെൻസിറ്റീവ് പീരീഡിൽ വരുന്നത്. അതേസമയം ഈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എൻവിയോൺമെന്റ്, അതായത് നമ്മളിപ്പോ പറയുമല്ലോ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആകും, മാൽ ന്യൂട്രീഷൻ ആണെങ്കിൽ വീക്ക് ആകും എന്ന് പറയുന്ന പോലെ കുട്ടിയുടെ സെൻസിറ്റിവിറ്റിയുടെ എനിത്തിങ് ലാക്ക് കുറവ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒന്നും പ്രോപ്പറായി നടക്കില്ല, ഓർഡർ ശരിയാവില്ല, അവര് 5 സെൻസസ് യൂസ് ചെയ്ത് അവരെ ലേൺ ചെയ്യില്ല, സ്മോൾ ഒബ്ജക്ട്സും ആയിട്ടുള്ള അതിനൊന്നും ആ ഒരു കോൺസെൻട്രേഷൻ ഒന്നും അവർക്ക് കിട്ടില്ല. റൈറ്റ് എൻവിയോൺമെന്റ് ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്സ് എല്ലാം വരുന്നത്. നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ വീക്കായി പോകുന്ന പോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഒരു എൻവിയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് ഇല്ലെങ്കിൽ ഈ ഒരു സെൻസിറ്റീവ് ലാംഗ്വേജ് പ്രോപ്പർ ആവില്ല, സോഷ്യലൈസ് ചെയ്യില്ല, അവരെപ്പോഴും ഉൾവലിഞ്ഞ് നിൽക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് വായിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ അത് ഷെയർ ചെയ്യാൻ വിട്ടുപോയി തോന്നുന്നു. മാറ്റർ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്നതാണ്, ഷെയർ ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ നമ്മളുടെ ഇതിനകത്ത് ഈ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സിൽ ഒന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്, സെൻസിറ്റീവ് പീരീഡ്. നെക്സ്റ്റ് വൺ അബ്സോർബൻ മൈൻഡ് ആണ്. അത് ഞാൻ പ്രിപ്പയർ ചെയ്യാനൊന്നും പറഞ്ഞൊന്നുമില്ല, ഞാനതൊന്ന് ബ്രീഫ് ചെയ്യാം. അപ്പൊ ഈ അബ്സോർബൻ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്പഞ്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവനും അബ്സോർബ് ചെയ്യുന്ന പോലെ ഒരു കുട്ടി മുന്നിൽ കാണുന്നതും കേൾക്കുന്നതും ഫീൽ ചെയ്യുന്നതും എല്ലാം അങ്ങനെ അവന്റെ ഉള്ളിലുണ്ടായിരിക്കും. നമ്മളൊന്ന് ഷൗട്ട് ചെയ്യുമ്പോഴേക്കും അത് ചിലപ്പോ ഒരു പേടിയായിട്ടോ ഒരു തേങ്ങലായിട്ടോ അവന്റെ ഉള്ളിലുണ്ടാകും. ആ കുട്ടി അന്ന് കിടന്നുറങ്ങുമ്പോ നമുക്കറിയാൻ പറ്റും, ഉറക്കത്തിൽ ഇങ്ങനെ വിങ്ങൽ പോലെ വരും, ലൈക്ക് ഇങ്ങനെ ആ ഒരു രീതിയിൽ വരാനുള്ള ചാൻസസ് അങ്ങനെയുണ്ട്. അപ്പൊ ആ ശരിക്കും എല്ലാം ഇവരുടെ ഉള്ളിലേക്ക് അങ്ങ് തറഞ്ഞു പോകുന്നുണ്ട്. ദാറ്റ് ഇസ് അബ്സോർബൻ മൈൻഡ്. 2 സ്റ്റേജസിൽ ഈ അബ്സോർബൻ മൈൻഡ് നടക്കും. ഒന്ന് അൺകോൺഷ്യസ് സ്റ്റേജിലും കോൺഷ്യസ് സ്റ്റേജിലും. അതായത് ബർത്ത് തുടങ്ങിയിട്ട് 3 ഇയേഴ്സ് വരെ അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും ഇവരുടെ. അപ്പോഴും എല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആഫ്റ്റർ 3 ഇയേഴ്സ് ആ സമയത്ത് നടന്നതൊന്നും അവർക്ക് ഓർമ്മയില്ലല്ലോ, കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ അതിന്റെ റിഫ്ലക്ഷൻ പിന്നീടുള്ള പ്രായത്തിൽ അവർക്ക് ഉണ്ടാകും. അതാണ് ആ സമയത്ത് ഉണ്ടായ ഒരു പേടി പിന്നീട് ഹസ്ബൻഡ് പറയും നിഴല് പേടിയാന്ന് പറയും. അപ്പോ ആദ്യം കേട്ടപ്പോ എനിക്ക് നിഴലല്ല നിലാവ് പേടിയാന്ന് പറയും. അപ്പൊ ഞാനോടത്ത് നിലാവ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമായിട്ട് കവികൾ പാടിയിട്ടുണ്ട്, സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. നിലാവ് എന്തിനാണോ പേടി ഞാനിങ്ങനെ മനസ്സിലാന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ നിലാവുള്ള സമയത്താണ് നിഴലുകൾ കൂടുതൽ ഉണ്ടാവുക അല്ലെ. ഈ മരങ്ങളുടെ നിഴലൊക്കെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ ഒക്കെ പേടി തോന്നുന്ന രീതിയിൽ നിഴലുകൾ കാണുന്ന നിലാവുള്ള സമയത്താണ്. മേ ബി ചെറുപ്പത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പേടി പോലെ തോന്നിയിട്ടുണ്ടാവും, അതായിരിക്കാം നിലാവിനോടൊരു പേടി തോന്നി ഞാൻ വിചാരിച്ചു. അപ്പൊ ആ ഒരു 0 to 3 ഇയേഴ്സ് സംഭവിച്ച കാര്യങ്ങൾ അത് ഉള്ളിൽ അപ്പോഴും ഉണ്ട്. നമുക്കറിയാം, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുവാണല്ലേ, നമ്മുടെ ഈ കോൺഷ്യസ് മൈൻഡ് റെസ്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കും. അപ്പോഴാണ് ഒരു തലയുമാരുമില്ലാത്ത സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പൊ അൺകോൺഷ്യസ് മൈൻഡ് മാം, ഈ കുഞ്ഞിലെ കുട്ടികളെ എന്താണ് രാത്രിനെ പറഞ്ഞ് പേടിപ്പെടുത്തില്ലേ? അതാണ് ചിലർക്ക് വലുതാവുമ്പോഴും ആ രാത്രി ഇരുട്ടിനെ ഭയങ്കര പേടി. ചിലരെ കണ്ടിട്ടുണ്ട്, ഒരു റൂമിലേക്ക് പോകുമ്പോ തന്നെ വലുതായി കഴിഞ്ഞാലും ആ കുഞ്ഞിലെ കേറിയ ആ പേടി ചിലർക്ക് മരണം വരെ ഉണ്ടാവും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. റൂമിലേക്ക് പോവാൻ തന്നെ പേടിയായിരിക്കും, സ്വിച്ച് ഇടാനോ. ചില സമയങ്ങളിൽ നമുക്കും തോന്നാറുണ്ട്, എന്താണ് ജനലിന്റെ കൂടെ നോക്കുമ്പോ ഈശ്വര ആരാ അത് കൂടെ പോകുന്നുണ്ടോ എന്ന് തോന്നും. കാരണം രാത്രി നമ്മളെ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരൻസ് ഈ അത് വരും, എന്താണ് കോക്കാച്ചി വരും, അത് വരും, രാത്രിയാണ് വരിക എന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എനിക്ക് വെട്ടം ഇടാതെ ഉറങ്ങാൻ പറ്റില്ല, വെട്ടം ഇല്ലാതെ ഉറക്കം വരില്ല. ചെറിയൊരു ലൈറ്റ് വേണം, പേടിയാ. അല്ലെങ്കിൽ ഇരുട്ടങ്ങ് ഉറങ്ങണമെങ്കിൽ ചെറിയൊരു ലൈറ്റ് വെട്ടം വേണം. ഒരു ഫിലിം ഉണ്ടായിരുന്നല്ലോ മാം, നവ്യ നായരുടെ ഒരു ഫിലിം, നവ്യ നായർക്ക് പേടിയായിട്ടുള്ള ഒരു ഫിലിം. ശരി അതിന്റെ പേര് ഞാൻ പറഞ്ഞു. എന്റെ സിസ്റ്റർ ഏറെക്കുറെ അങ്ങനെയായിരുന്നു മാം. കുറച്ച് പ്രായം വരെ ഉറക്ക പാട്ട് പാടും, ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഉറക്ക പാട്ട് പാടും. എന്നിട്ടാണ് ആൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുന്നത്. അകത്ത് തന്നെ ടോയ്ലറ്റിൽ പോകാനോ അല്ലെങ്കിൽ കിച്ചണിലേക്കൊക്കെ പോകാനാണെങ്കിൽ ആള് ഉറക്ക പാട്ട് പാടിയിട്ട് ഒറ്റയ്ക്ക് പോകും. ഞാൻ ഓൾറെഡി മാം ഇത് പറഞ്ഞോണ്ടെങ്കിൽ പറയാൻ പോയിരുന്നു, കുറെ നേരമായിട്ട് മാം ഹൊററുമായിട്ട് കണക്ട് ചെയ്ത്. എനിക്കാണെങ്കിൽ രാത്രി
കിടക്കുമ്പോ ഈ ആഴ്ചയിലിട്ടിരിക്കുന്ന തുണിയും സ്റ്റാൻഡും ഒക്കെ കാണുമ്പോ കുറെ മനുഷ്യർ എന്റെ റൂമിൽ നിൽക്കുന്ന പോലെയാ. ഒന്നാമത് അമ്മ നിഴൽ ഇന്ന് ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം കൂടെ പറഞ്ഞില്ല. ഉറങ്ങാറില്ല. ഞാൻ എന്നിട്ട് ലേറ്റായിട്ട് കിടന്നത്. എനിക്ക് എന്റെ പുറകിൽ ആരോ വരണ പോലെ തോന്നണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ മോള് പറയാം അമ്മ ഇത് രാത്രി എന്തിനാ കാണുന്നത്? ശരി പകല് കണ്ടപ്പോ അത്രയും പേടിയൊന്നുമില്ലായിരുന്നു. ഓക്കെ, അപ്പം ഈ ഓജാ ബോർഡ് എന്ന് പറയുന്ന സംഭവം ഇല്ലേ മാം? എന്താണ് ഓജാ ബോർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ? ഓജാ ബോർഡ്. പണ്ട് നമ്മ കസിൻസ് എല്ലാം ആയിട്ട് മാമാന്റെ വീട്ടിലുണ്ടാകുമ്പോ ഓജാ ബോർഡ് കളിച്ചു ഒരു റൂമിൽ ഇരുന്നിട്ട്. പെട്ടെന്ന് ഞങ്ങളെ പേടിപ്പിക്കാനാ എന്തെന്നറിയില്ല, ഏതൊരു കസിൻ ചെയ്തതാണ്. അവര് ഇങ്ങനെ എന്തോ ഒരു പ്രേതം വരുന്ന പോലെ ഒരു എഫക്റ്റ് ഉണ്ടാക്കി. അതിനുശേഷം ഇന്നേ വരെ ഞങ്ങൾ 5 ആൾ ആ റൂമിൽ പോയിട്ട് മാമാന്റെ ആ റൂമിൽ എന്തൊരു പരിപാടിക്ക് വരെ ഞങ്ങൾ ആ റൂമിൽ പോയിട്ടുണ്ടാവില്ല. പേടിച്ചിട്ട് ഇതുവരെ പോയിട്ട് പലരും അത് ചെയ്യാനായിട്ട് വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല ആ പ്രദേശത്തേക്ക്. അതൊരു ഭയങ്കര ഞാനൊരു 12-13 വയസ്സുണ്ടാകുമ്പോ ചെയ്തതായിരിക്കും. പക്ഷെ നമ്മൾ ഇതുവരെ ആ റൂമിൽ പോയിട്ട് എന്തേന്നറിയില്ല, ഇതുവരെ പോയിട്ട. സോ 0 to 3 years അൺകോൺഷ്യസ് മൈൻഡ് ആണ്. സംഭവിക്കുന്നത് ഓർമ്മയില്ലെങ്കിലും അത് അവിടെ ഉള്ളിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. അത് അബ്സോർബൻ മൈൻഡ് ആണ്. കാരണം ഫുൾ അങ്ങ് വെച്ച് അൺകോൺഷ്യസ്ലി ആണെങ്കിലും എൻവയോൺമെന്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കുട്ടി അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കും. എല്ലാം അബ്സോർബ് ചെയ്യും, അൺകോൺഷ്യസ്ലി അബ്സോർബ് ചെയ്യും. അത് സേവ് ചെയ്യപ്പെടും. ശരിക്കും ഒരു നമ്മൾ സിസ്റ്റത്തിലൊക്കെ സേവ് ചെയ്യുന്ന പോലെ ഒരിക്കലും നശിച്ചു പോകാത്ത രീതിയിൽ അത് നല്ലൊരു ഇംപ്രഷൻസ് ആയിട്ട് സേവ് ചെയ്യും. ഈവൻ കുഞ്ഞ് അമ്മയുടെ വോമ്പിലായിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാരും പറയില്ലേ അമ്മയ്ക്കും കുട്ടിക്കും സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യണം. കാരണം അപ്പോഴേയും അറിയുന്നുണ്ടെന്നാണ് പറയണത്. അപ്പൊ ഇത് ശരിക്കും നെക്സ്റ്റ് പീരീഡിലേക്ക് വരുമ്പോൾ, അതായത് കോൺഷ്യസ് ആയിട്ടുള്ള പീരീഡിലേക്ക് വരുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻസ് ഈ കോൺഷ്യസ് പീരീഡിൽ ഉണ്ടാകുന്നതാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല ഇവർ അൺകോൺഷ്യസ് മൈൻഡ് ആണല്ലോ ഈ സമയത്ത് സംഭവിച്ചൊന്നും കുഞ്ഞിനൊന്നും മനസ്സിലാവില്ല. അപ്പൊ കോൺഷ്യസ് ഇതിലേക്ക് വരുമ്പോൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം കുട്ടിക്ക് എല്ലാം അറിയാമോ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഏജ് വരുമ്പോൾ കുട്ടിയെ ഉച്ചയ്ക്ക് കിടത്താൻ ശ്രമിക്കണം, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പൊ കോൺഷ്യസ് മൈൻഡ് 3 to 6 years ആണ്. അപ്പോഴും ഇതുപോലെ തന്നെ നോളജ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടി ആ കിട്ടുന്ന നോളജ് വെച്ചിട്ടാണ് പിന്നെ സെൽഫ് മെയ്ഡ് ആകുന്നത്. 3 years വരെ കിട്ടിയത് ഓർമ്മയിലില്ല. പക്ഷെ 3 years തുടങ്ങി കിട്ടുന്നതാണ് അവരുടെ നോളജ് ഫോം ചെയ്യാനും സെൽഫ് കൺസ്ട്രക്ഷൻ, അവര് സെൽഫ് മെയ്ഡ് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും കാരണമാകും. കോൺഷ്യസ് ആ, എല്ലാം അറിയാം, കാണുന്നതും കേൾക്കുന്നതും ഒക്കെ മെമ്മറിയിലുണ്ട്. അതിന്റെ ആ ഒരു സ്വത്ത ഒരു വിൽ എന്നുള്ളതും അതും അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കോൺഷ്യസ്ലി എടുക്കുന്നു. അതായത് ഹാൻഡ്സ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹാൻഡ് ഏറ്റവും നല്ലൊരു ഇൻസ്ട്രുമെന്റ് ആണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു രീതിയിൽ ഹാൻഡ്സ് യൂസ് ചെയ്ത് വർക്ക്, അതാണ് മറിയ മോണ്ടിസോറി കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. അവരുടെ കൈ എപ്പോഴും ഇങ്ങനെ അടങ്ങിയിരിക്കാത്ത പോലെ അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യുന്നത്. നിങ്ങളും പ്രാക്ടിക്കൽ സെഷന് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓരോന്നെടുത്ത് ചെയ്യുക, നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ മാറ്റുന്നില്ല അല്ലെ, നമ്മളിങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്യുവാണ്. അപ്പൊ അവരുടെ കൈ പണിയെടുക്കാൻ വേണ്ടുന്ന രീതിയിലാണ് മറിയ മോണ്ടിസോറി ഇത് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഡിസൈൻ ചെയ്തത്. ഒന്നും നോക്കിയിട്ടൊന്നും അല്ല ചെയ്തത്, എല്ലാം ചെയ്ത് നോക്കി, എല്ലാം തൊട്ട് നോക്കി ചെയ്ത് നോക്കി. അങ്ങനെയാണ് റൈറ്റിംഗിലേക്കും റീഡിങ്ങിലേക്കും അങ്ങനെയുള്ള ഫണ്ടമെന്റൽ ഐഡിയാസ് ഒക്കെ വരുന്നു. നമ്പേഴ്സ്, ആൽഫബറ്റ്സ്, ലെറ്റേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഒരു ക്ഷീണവും ഇല്ലാതെ വിത്തൗട്ട് ഫാറ്റ് എല്ലാം അവർ ലേൺ ചെയ്യും. ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഓക്കെ, നമുക്കറിയാം മറിയ മോണ്ടിസോറി ആ 3 to 6 years ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തത് ആരും ക്വസ്റ്റ്യൻ ചെയ്യാം. അന്നത്തെ കാലത്ത് ക്വസ്റ്റ്യൻ ചെയ്തെങ്കിലും അവർക്ക് അതെല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റി, കുട്ടികളിലൂടെ തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ മെത്തേഡ് പോപ്പുലർ ആകുന്നതല്ലാതെ ആ മെത്തേഡിന് യാതൊരു താഴേക്ക് ആ മെത്തേഡ് പോയിട്ടില്ല. മോണ്ടിസോറി ടീച്ചർമാരെ ട്രെയിൻ ചെയ്യിക്കുവാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ പലരും എന്താ ചെയ്യുന്നത്, ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പറയുമ്പോഴേക്കും ചിലർക്ക് അറിയാം എന്താണ് മോണ്ടിസോറി എന്നുള്ളത്, ചിലർക്ക് അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോൾ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം പ്രൊഫസേഴ്സിനേക്കാളും കൂടുതൽ പൊട്ടൻഷ്യൽ വേണ്ടുന്ന ഒരു വിഭാഗമാണ് ഈ മോണ്ടിസോറി ടീച്ചേഴ്സിന്. നമ്മള് ഹൈലി പെയ്ഡ് ഒന്നുമല്ല, പക്ഷെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത്രയും കൂടുതലാണ്. സോ
ഫസ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, ക്യാരക്ടർ ഫോം ചെയ്യുന്നു. ഇത് നമ്മൾ പറഞ്ഞു മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ ആ കുട്ടി പോകുമ്പോൾ മ്യൂച്വൽ ഹെൽപ്പ്, എന്താ പറയുക, മ്യൂച്വൽ ലവ്, റെസിപ്രോക്കൽ ഹെൽപ്പ്. അതായത് എനിക്കൊരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഞാൻ തിരിച്ച് ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് എനിക്ക് പറ്റണം. ആ ഒരു രീതിയിൽ ആ ഒരു ഓർമ്മ ഉണ്ടാകും. ആ സെൽഫിഷ്നെസ് എന്നുള്ളതൊന്നും ആ ഒരു ഏരിയയിൽ ഒട്ടും ഇല്ല. നമ്മള് വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല. ഇതൊക്കെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ കുട്ടികൾ കടന്നു പോകുന്നതും അവർ പഠിക്കുന്നതും. പിന്നെ കോൺക്രീറ്റ് ഐഡിയാസ് ആയിരിക്കും അവർക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. പക്ഷെ കാണാൻ പറ്റുന്നത്, തൊട്ട് നോക്കാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ളത് മാത്രം. അവരോട് ഊഹിച്ച് അസ്യൂം ചെയ്ത് ചെയ്യാൻ അവർക്ക് അത് പറ്റില്ല. അബ്സ്ട്രാക്ട് ഐഡിയയിലേക്കുള്ള ഇത് ഈ ഒരു ഏജിൽ 3 to 6 years പറ്റില്ല. അതേസമയം ആഫ്റ്റർ 6 years എന്ന് പറയുമ്പോൾ കുറെയൊക്കെ ഒരു അബ്സ്ട്രാക്ട് ഐഡിയ അവർക്ക് കിട്ടും. മനസ്സിൽ അവർക്ക് കണക്ക് കൂട്ടാൻ, മനക്കണക്ക് എന്നൊക്കെ പറയില്ലേ, ചെറിയ പ്രായത്തിൽ അവരോട് 7-ൽ നിന്നും 2 ടേക്ക് അവേ ചെയ്താൽ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിൽ പറ്റില്ല. ആ ഒരു അബ്സ്ട്രാക്ട് ഐഡിയ അവർക്ക് കിട്ടില്ല. അതേസമയം അവരുടെ കയ്യിൽ ഒരു 7 ചോക്ലേറ്റ്സ് കൊടുത്തിട്ട് 2 ചോക്ലേറ്റ്സ് ഫ്രണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ചോക്ലേറ്റ് അവർക്ക് അത് അറിയാം, അവർക്ക് അത് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് മെറ്റീരിയൽസ് എല്ലാം കോൺക്രീറ്റ് ഐഡിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് വന്നിരിക്കുന്നത്. അബ്സ്ട്രാക്ട് ഐഡിയ കുറെ കഴിയുമ്പോഴാണ് കുട്ടികൾക്ക് വരും. കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തുമ്പോൾ ചെറിയ കുട്ടികൾക്ക് പിക്ചർ കൊടുത്ത് നിങ്ങൾ അത് കളർ ചെയ്യാന്നോ അല്ലെങ്കിൽ അത് നോക്കി വരയ്ക്കാന്നൊക്കെ പറയും. വലിയ കുട്ടികൾക്ക് തീം കൊടുക്കും. അപ്പൊ അതിനനുസരിച്ച് അവർ ആലോചിച്ച് കണ്ടുപിടിച്ച് അവർ വരയ്ക്കോ ഒക്കെ ചെയ്യും അല്ലെ. കുട്ടികൾക്ക് ഈ ഒരു അവരുടെ ഓൺ സ്പേസിലിരുന്നാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ അവര് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ ഓൺ സ്പേസിലിരിക്കുന്ന അവർ ചെയ്യുമ്പോൾ അവർ എല്ലാ കുട്ടികൾക്കും അവരുടേതായ ഒരു ഓൺ സ്പേസ് ഉണ്ടാവും. മാറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ. ആ ഒരു അതിനകത്ത് നിന്ന് അവർ വർക്ക് ചെയ്യുന്നു. അവര് ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നോർമലൈസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ളതൊന്നും അവർ ശ്രദ്ധിക്കില്ല. ഡീവിയേറ്റഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇടപെടാം, നമ്മൾക്ക് അവർക്ക് ഫർദർ ആക്ടിവിറ്റീസ് കൊടുത്ത് അവരെ നോർമലൈസ്ഡ് ഗ്രൂപ്പിലേക്ക് ആക്കാനായിട്ട് പറ്റും. സോ ഞാൻ നിങ്ങൾക്ക് കാര്യമായ എന്താ പറയാ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. എന്താണോ ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ചെയ്യുന്ന ശരികള് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്ന് ആകരുത് എന്ന് മാത്രം. ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അറ്റ് ദ സെയിം ടൈം അത് വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്രീഡം ആകരുത്. ഞാൻ പോകുന്ന ഇന്റർവെൻഷൻ നടത്തുന്ന ഒരു സ്കൂളിൽ 8ാം ക്ലാസ് തുടങ്ങി പോയതായിരുന്നു. 8, 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാന്ന് ഭയങ്കര പാടായിരുന്നു. 9th എത്തിയപ്പോ ഭയങ്കര രൂക്ഷമായി എന്ന് തന്നെ പറയും. പിന്നെ അറിയാലോ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഡിജിറ്റൽ വേൾഡിന് ഒരു ഇൻഫ്ലുവൻസ് അവർക്കുണ്ട്. പക്ഷെ ഇപ്പൊ അവര് 10th ചെന്നപ്പോ ഭയങ്കര വ്യത്യാസം അവരില്. അവര് ഭയങ്കര സബ്മിസീവായി, അവരുടെ സംസാരത്തിൽ വ്യത്യാസം, ഈവൻ ഫിസിക്കല് വ്യത്യാസം, നടപ്പില് വ്യത്യാസം എല്ലാം വന്നു. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് അവരിലേക്ക് വന്നു. ഞാൻ അന്ന് അവരോട് ചോദിച്ചു, മറ്റേത് അവർക്ക് തോന്നിയതുപോലെ ക്ലാസ്സിലിരുന്ന് ചെയ്യും, അങ്ങനെ ഇരിക്കുന്നതൊക്കെ അവർക്ക് തോന്നിയ പോലെ. ഇത് നല്ല ആ ഒരു പോസ്റ്റർ ഒക്കെ കറക്റ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല അവരങ്ങനെ ഇരിക്കും. ഞാൻ അവരോട് ചോദിച്ചു, എന്താ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. അപ്പൊ അവര് പറഞ്ഞു, നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ വേറൊരാൾക്ക് ബുദ്ധിമുട്ട് വരരുതെന്ന് അവര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. ദാറ്റ് ഈസ് ശരിക്കും ഫ്രീഡം. മോണ്ടിസോറി എൻവയോൺമെന്റിലും കുട്ടികൾ അത് തന്നെയാണ് പറയുന്നത്. എനിക്കത് 9th ഈ കുട്ടികളിൽ നിന്ന് അത് വന്നില്ല. 10th കുട്ടികൾ അത് മനസ്സിലാക്കി പറയുന്നത്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ അത് ആ 6 yearsനുള്ളിൽ തന്നെ അവരത് ആയി കഴിയും. അപ്പൊ ഞാൻ ശരിക്കും എവിടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും എത്ര ഏജുള്ളവരാണെങ്കിലും ഈ മോണ്ടിസോറി മെത്തേഡിലായിരിക്കും ക്ലാസ്സസ് കൊണ്ടുപോകുന്നത്. അപ്പൊ പറയാതെ തന്നെ ആ കുഞ്ഞുങ്ങളിൽ ആ മാറ്റം വന്നപ്പോ ഭയങ്കര ഒരു സന്തോഷമുണ്ടായി. ഹൈജീൻ വൈസ് അവർക്ക് മാറ്റം വന്നു. അതായത് 9th ഭയങ്കര മോശമായിട്ട് വന്നവര് ഈ 10th വന്നപ്പോ അവര് ഭയങ്കരമായിട്ട് മുടിയൊക്കെ നല്ലപോലെ കോംപ് ചെയ്ത് ട്രിം ചെയ്ത് നല്ല ഡ്രസ്സിങ്ങിലൊക്കെ നല്ല ശ്രദ്ധിച്ചു. മറ്റേത് മുഷിഞ്ഞ് വേർത്ത് കുളിച്ച് ചാടി ഓടിയൊക്കെയാ വരുന്നത്. നല്ല ശ്രദ്ധിച്ച് അങ്ങനെയൊക്കെ നല്ലപോലെ വരുന്നതിന് മുമ്പ് വാഷ് ചെയ്തിട്ടൊക്കെ അവര് വന്നിരുന്നു. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. അപ്പൊ കുട്ടികളിലെ മാറ്റം വരുത്താൻ നമ്മൾക്ക് പറ്റണം. സോ നമ്മൾ എവിടെയെങ്കിലും മാറേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറണം. ഓക്കെ,
മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് എല്ലാവർക്കും പറ്റാല്ലേ, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മളുടെ എന്താ പറയാ ലൈക്ക് നമ്മുടെ സെൻസ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു കോൺഷ്യൻസ് ഉണ്ട്, നമ്മളുടെ മനസാക്ഷി. നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ somebody will call us from our mind. നമുക്ക് ആരെയും പറ്റിക്കാം, ബട്ട് ലൈക്ക് നമ്മളുടെ പാരന്റ്സിനെ പറ്റിക്കാം, നമ്മളുടെ പാർട്ട്ണറെ പറ്റിക്കാം, നമ്മുടെ കുട്ടികളെ പറ്റിക്കാം, നമ്മളുടെ ഫ്രണ്ട്സിനെ പറ്റിക്കാം, അല്ലെ, നമ്മളുടെ സ്റ്റുഡൻസിനെ പറ്റിക്കാം. പക്ഷെ അവരെ അറിയുന്നുണ്ടാവില്ല, കാരണം നമ്മളോടുള്ള സ്നേഹവും സിൻസിയാരിറ്റിയും കൊണ്ട് ഒരുപക്ഷെ അവരറിയില്ല. പക്ഷെ നമ്മൾ അറിയുന്നുണ്ടല്ലോ, എവറി ടൈം നമുക്കറിയാം ഞാൻ പറ്റിക്കുകയാണ് മറ്റുള്ളവരെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ നമുക്ക് മക്കളിലേക്ക് ഇത് പകർന്നു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ എവിടെയെങ്കിലും മാറേണ്ടതുണ്ടെങ്കിൽ യെസ്, ഡെഫിനറ്റ്ലി ഞാനും എപ്പോഴും അത് തന്നെയാ പറയുന്നത്. ഞാൻ എവിടെയെങ്കിലും മാറേണ്ടതുണ്ടെങ്കിൽ മാറണം, എന്നാലാണ് എനിക്ക് പകർന്നു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ പോയപ്പോ ഈ കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴേ അപ്പൊ എന്റെ മോള് പറയുമായിരുന്നു, ഈ ബോയ്സ് മാത്രമല്ല ഗേൾസ് പിന്നെയും ഹൈജീനെ പറ്റി ശ്രദ്ധിക്കും, ബോയ്സ് ഇങ്ങനെ ഹൈജീനെ പറ്റി ശ്രദ്ധിക്കണമെങ്കിൽ ഒരു അഫെയർ ഉണ്ടാവണം, എന്നാൽ അവര് നല്ല പോലെ ഹൈജീനെ പറ്റി ശ്രദ്ധിക്കുന്നു. മോൾ ഇങ്ങനെ ഇടുന്ന് പറയായിരുന്നു. അപ്പൊ അവര് ഭയങ്കര നീറ്റ് ആയിട്ടൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സ്കൂളിലെ ബോയ്സ് അങ്ങനെ ഇതായിട്ട് വന്നപ്പോഴേക്കും ഞാനും ഓർത്തു, എനിക്കിത് മോള് പറഞ്ഞ കാര്യമായിട്ടോ ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് അവരങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് അവരുടെ ആൻസർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാനൊരു എക്സ്റ്റേണൽ ഫാക്കൽറ്റി ആയിട്ടാണ് പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം ചിലപ്പോൾ ക്ലാസ്സിനകത്തിരുന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളൊക്കെ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ചോദിക്കുമെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള റീസൺ ആയിരിക്കാം, പക്ഷെ അവർക്ക് ആ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും അവരുടെ ഇമോഷൻസും ഫീലിങ്സും. പക്ഷെ ഈ ഒരു വർഷം ചെന്നപ്പോ ശരിക്കും ഭയങ്കര ഒരു വ്യത്യാസം ആ കുട്ടികളിൽ തോന്നി. ഭയങ്കര രസമായിട്ട് തോന്നി. അവരുടെ ലുക്സും എല്ലാം മാറി, എല്ലാം നല്ലൊരു രീതിയിൽ. ഓക്കെ ഫൈൻ. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടോ? അപ്പൊ സെൽഫ് കൺസ്ട്രക്ഷൻ ഇതായിരുന്നു. കുട്ടി തന്നെ സെൽഫ് മെയ്ഡ് ആയിട്ട് വരുന്നു, അവന്റെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുന്നു. അതിന് ഹെൽപ്പ് ചെയ്ത 2 ഫാക്ടേഴ്സ് ആണ് സെൻസിറ്റീവ് പീരീഡും കോൺഷ്യസ് മൈൻഡും അബ്സോർബന്റ് മൈൻഡും. സെൻസിറ്റിവിറ്റി പീരീഡിനെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തു. എനിക്ക് ഈ ഒരു ദിവസം കൊണ്ട് ഒരു ലെസൺ തീർക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അബ്സോർബന്റ് മൈൻഡ്, എന്തും അവർ അബ്സോർബ് ചെയ്യും. അപ്പൊ പാരന്റ്സ് എപ്പോഴും ശ്രദ്ധിക്കുക, ടീച്ചേഴ്സും ശ്രദ്ധിക്കുക. നമ്മളുടെ ഒരു വാക്ക് അവരുടെ ഉള്ളില് ചിലപ്പോ ചില നീറ്റലൊക്കെ ഉണ്ടാക്കുമായിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ എക്സ്പ്രഷൻ തന്നെ അവരെ സ്വാധീനിക്കും. മോൻ കുഞ്ഞായിരുന്നപ്പോ അവൻ പറയുമായിരുന്നു, ഒരു മിസ്സിനെ ഭയങ്കര ഇഷ്ടം. ഒരു ദിവസം അവൻ വന്നിട്ട് പറഞ്ഞു, മിസ് ഇന്ന് ചിരിച്ചില്ല. മേ ബി ആ ടീച്ചർക്ക് എന്തോ ടെൻഷൻ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിരിക്കുക. പക്ഷെ കുട്ടിയുടെ ഓരോ ഒബ്സർവേഷൻ, കുട്ടികൾ അതൊക്കെ ശ്രദ്ധിക്കും. നമ്മളുടെ ഒരു എക്സ്പ്രഷൻ, ആ ഒരു മിസ് ഇന്ന് ചിരിച്ചില്ല എന്ന് അവൻ പറഞ്ഞപ്പോഴേക്കും അവനപ്പോ അത്രയും ആ ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ട് അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. ചെറിയ ക്ലാസ്സിൽ എന്തോ 1ലോ 2ലോ പഠിക്കുന്ന സമയത്തായിരുന്നു ഇത് വന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ കുട്ടികൾ ഭയങ്കരമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മള് ഫെഡപ്പായി പോകരുത് ഒരിക്കലും മക്കളുടെ മുന്നിൽ. അപ്പൊ കുട്ടികളെ നമ്മളിങ്ങനെ നോക്കു, ശ്രദ്ധിക്കും. ഷൗട്ട് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് ഒരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും, എന്താ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട്. ചെറിയ മക്കളല്ലേ, ഈ ഷൗട്ട് ചെയ്യുന്നതൊക്കെ ചിലപ്പോ പേടിച്ചിങ്ങനെ അങ്ങനെ ആയി പോകും. അവർക്കൊരു പേടിയായിരിക്കും ശബ്ദം അങ്ങനെ കേൾക്കും. അത് പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അത് ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം ഞാൻ കുറെ കറക്റ്റ് ചെയ്തു, എന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തിരുന്നു. നമ്മളിങ്ങനെ ഈ പലപ്പോഴും ക്ലാസ്സിൽ ചിലര് സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങൾ അവരിങ്ങനെ പറയുമ്പോഴേ ശരിയാണല്ലോ, ഇതുപോലെ എനിക്ക് ചില ചേഞ്ചസ് നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ശരിക്കും അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. സോ അതുപോലെ പകർന്നു തരാൻ എനിക്കും പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് തോന്നുന്നു കുറച്ച് ക്ലാസ്സസ് ഇനി നമുക്ക് കിട്ടുള്ളൂ, മേ ബി ഒരു 4 or 5 സെഷൻസ്. അത് കഴിയുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടേതായ ഓരോ വഴികളിലേക്ക് പോവുമായിരിക്കും അല്ലെ. ഓക്കെ, സോ ഞാൻ എത്തിയാണ്. സെൽഫ് കൺസ്ട്രക്ഷൻ ഒന്ന് വായിച്ചു നോക്കൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 2 കാര്യം ഇതിനകത്തുണ്ടായിരുന്നത്, സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും. കുഞ്ഞുങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും, കുഞ്ഞു തല ആയിരിക്കും. അത് ശരിയാണ് മാം. ഞാനൊക്കെ എന്താ പറയാ, നമ്മള് രാവിലെ എന്തെങ്കിലും ഒരു ടെൻഷൻ കൊണ്ടായിരിക്കും ക്ലാസ്സിൽ പോകുന്നുണ്ടാവുക. അഥവാ നമ്മൾ അന്ന്, പക്ഷെ നമ്മള് കുട്ടികളെ മുന്നിൽ നിന്ന് അങ്ങനെ ആയിരിക്കുമല്ലോ, പക്ഷെ എന്നാ പോലും അവർ നമ്മളോട് ചോദിക്കും, എന്താ മാമിനെ പറ്റിയ, മാം എന്താ മിണ്ടാത്തത്. ഇനി ഒരു ഡ്രസ്സ് പോലും, ഒരു ദിവസം ഇട്ട ചെരുപ്പ് വേറൊരു ചെരുപ്പ് ഇടുന്ന വിചാരിക്കും, മാം ഇത് പുതിയ ചെരുപ്പാണോ, ഡ്രസ്സിൽ പോലും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഷാള്, നമ്മളൊക്കെ മഫ്ത ഫർദ ഷാളാണല്ലോ, ഒരു കളർ ഇട്ടാൽ പറയും മാം ഇന്നലെ ഇട്ട ഷാൾ ഇന്നലെ ഇന്ന് ഇട്ടത്. അത്ര പോലും നമ്മളെ ഒക്കെ അവർ ക്യാച്ച് ചെയ്യും. അതാണ് നമ്മളോട് ഇഷ്ടം കൂടുതലാണെങ്കിൽ കൂടുതലായിരിക്കും.
ഒരു ദിവസം ലീവ് ഉള്ള ദിവസമൊക്കെ പിന്നെ അന്ന് രാത്രി ഫോൺ വിളിച്ച് ചോദിക്കും മാം എന്താ ക്ലാസ്സിൽ വരാതിരുന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ കാര്യങ്ങളൊക്കെ മറന്നു പോകും. അതാണ് നമ്മുടെ എന്ത് ഫാമിലി പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും നമ്മൾ ക്ലാസ് റൂമിൽ എത്തുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ ഇതിലായി നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞത് തന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് മക്കളുടെ അടുത്ത് നമുക്ക് പഠിപ്പിക്കാന്ന് പറയുമ്പോൾ ഈ പ്രീ കെ ജി സ്കൂളിൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം പ്രീ കെ ജി കുട്ടികളെ പഠിപ്പിക്കാൻ. നമ്മളെല്ലാം ഒരു കൂളായിട്ട് നമുക്ക് സംസാരിക്കാനും ആക്കാനും ഒക്കെ പറ്റും അവരോട്. നമ്മളെല്ലാം ഒരു എന്താ പറയണ്ട ഫുള്ള് നമ്മള് എന്താ പറയാ നമ്മളൊരു മുടുക്കൂത്തിയൊക്കെ ക്ലിപ്പൊക്കെ ഇടല്ലോ അതൊക്കെ കുത്തി അല്ലെങ്കിൽ ഒരു മഫ്തപ്പിന്നിന്റെ കളർ മാറിയ പോലെ അവര് ചോദിക്കും. നമ്മളെ മൊത്തം അവര് ക്യാച്ച് ചെയ്യുന്ന. ഒരു കാര്യം ക്ലാസ് ചോദിക്കണം നേരത്തെ നമ്മളുടെ സിനി നിങ്ങളുടെ ബാച്ചിൽ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അതോ സിനി ഡിസ്കണ്ടിന്യൂ ചെയ്തോ? സിനി ഫുൾ നെയിം എനിക്കറിയില്ല. സിനി സുഭാഷ് ആണോ മാം? ഇരിക്കാം. മറ്റേ സിസ്റ്റർ മരിച്ചുപോയ ഇല്ല അത് ഭയങ്കര മാമിനോട് സംസാരിച്ചോ? എനിക്കൊരു പ്രാവശ്യം മെസ്സേജ് അയച്ചു മാമിനെ കാണുമ്പോ എനിക്ക് സിസ്റ്ററിനെ ഓർമ്മ വരുന്നത്. അപ്പൊ സിനി അതെ അതെ മാമിനെ പോലെ തന്നെ ഇരിക്കുന്ന പുള്ളിക്കാരുടെ സിസ്റ്റർ എനിക്കറിയാം. എനിക്ക് മെസ്സേജ് അയക്കാൻ ഭയങ്കര വിഷമായിരുന്നു. പാവം ഭയങ്കര കരച്ചിലും ഇതേപോലെ ഡിപ്രഷൻ പറ്റണില്ല എന്ന് പറഞ്ഞു ആൾക്ക്. അത് വല്ലാത്തൊരു ദുഃഖമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നാ തോന്നുന്നത്. സിനി ഞാനൊന്ന് വിളിക്കാം. പുതിയ ബാച്ചുകൾ ഉണ്ടല്ലോ ഒരു മാറ്റം ആവശ്യമാണല്ലോ. മെന്റലി ആ കുട്ടി അങ്ങ് ഷോക്ക്ഡ് ആയി പോയി. നോർമൽ ഡെത്ത് അല്ലല്ലോ അതാണ്. അതെ അതെ സൂസൈഡ് ആയിരുന്നു. സിനിയെ വിളിക്കാം. ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മീ ലൈക്ക് ദിസ്. ഞാനൊന്ന് ഡോൾ ഉണ്ടാക്കിയായിരുന്നു അതൊന്ന് കാണിച്ചോട്ടെ. നമ്മുടെ അസൈൻമെന്റ് ഇനിയിപ്പോ സബ്മിറ്റ് ചെയ്യണ്ടെന്ന് ഇങ്ങനെ മെസ്സേജ് കണ്ടപ്പോ ഞാനിപ്പോ എക്സാം കേൾക്കുന്നില്ലേ? നന്നായിട്ട് റോള് കേട്ടു ഞാൻ പറയാട്ടോ. അർച്ചന നന്നായിട്ടുണ്ട്. ഇവര് കാണിച്ചിട്ട് മതി പിന്നെ മതി അവര് കാണിക്കട്ടെ. ഓക്കെ ജോലി അതെന്താന്ന് ചോദിച്ചാൽ വൈവ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട. വൈവയുടെ ടൈമിൽ തന്നെ ടീച്ചേഴ്സ് അത് ചോദിച്ച് വാല്യൂ ചെയ്തോളും. ഓക്കെ അല്ല മാം വൺ സെക്കൻഡ് മാം, ഞാനിപ്പോ വൈവ അറ്റൻഡ് ചെയ്യുന്നില്ല. ഈ പ്രാവശ്യം ഇവരുടെ കൂടെ എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോഴ് ഞാനത് വെയിറ്റ് ചെയ്ത് എഴുതി വെച്ചിരുന്നാ മതിയോ എന്റെ കയ്യില്? സബ്മിറ്റ് ചെയ്തോളൂ. സബ്മിറ്റ് ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല. ജോലി അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ? അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ലല്ലേ? പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നിട്ടാകുമ്പം വൈവ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അസൈൻമെന്റ്സ് ഇപ്പം സബ്മിറ്റ് ചെയ്യണ്ടേ? ബാക്കി വർക്ക്സും അസൈൻമെന്റ്സ് ഒക്കെ വേണ്ട, മാമിന് കഴിഞ്ഞതല്ലേ? ഞാൻ വൈവ കഴിഞ്ഞതായിരുന്നു. കഴിഞ്ഞതല്ലേ? മസ്രിഫോടാണോ ഞാൻ ആ 10 ക്വസ്റ്റ്യന്റെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് പറയാൻ പറഞ്ഞത്? വേറെ ആരോടായിരുന്നു? ഓക്കെ ഞാൻ ലീവ് ചെയ്യാണ്. ജയദേവ് സാർ എന്നെ വിളിച്ചോണ്ടിരിക്കും. പ്ലീസ്. മാം താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. മസ്രിഫ് ഒന്ന് മെയിൻ ഗ്രൂപ്പിൽ വന്നേടാ. ഇപ്പൊ എന്തോ ചോദിച്ചേ? ഇവിടെ പോയോ? എന്തോ ചോദിച്ചിട്ട് പോയി.